السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിദഹുള്ളയുടെ അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള അഖീദ പഠനത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അഖീദയുടെ പ്രാധാന്യവും അതിലേക്കുള്ള ദഅവത്തിൻ്റെ ആവശ്യകതയും അതിൽ വരുന്ന പോരായ്മകളും വിവിധ മതസംഘടനകൾ തന്നെ ആ രംഗത്ത് വരുത്തുന്ന വീഴ്ചകളും ഒക്കെയാണ് നമ്മൾ വായിച്ച ഭാഗത്ത് ഉള്ളത്. ഇനി വിശ്വാസ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഉസൂലുൽ അഖീദത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അസുലുകൾ. ഉസൂൽ എന്ന് പറഞ്ഞാൽ അസുലുകൾ, അടിത്തറകൾ. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറകൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഈമാൻ കാര്യം 6, അതാണ് ഉസൂൽ അഖീദ. ഇസ്ലാമിക അഖീദ അസുൽ 6 അഥവാ ഈമാൻ കാര്യം 6, അതാണ് ഉസൂൽ. താഴെ അദ്ദേഹം എണ്ണി പറഞ്ഞാൽ ഈമാനു ബില്ലാഹി അസ്സ വജല്ല, അൽ ഈമാനു ബിൽ മലായിക, അൽ ഈമാനു ബിൽ കുതുബ്, അൽ ഈമാനു ബിൽ റുസുൽ, അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അൽ ഈമാനു ബിൽ ഖദാഇ വൽ ഖദർ. പേജ് നമ്പർ 24. അപ്പം ഇതിന് വ്യത്യാസം ഉണ്ടാവും. 16. അപ്പം ഇതാണ് 6 ഈമാനിൻ്റെ അസുലുകൾ. ഈമാൻ്റെ അസുൽ 6. 1 അല്ലാഹുവിലുള്ള വിശ്വാസം, 2 മലക്കുകളിലുള്ള വിശ്വാസം, 3 കിതാബുകളിലുള്ള വിശ്വാസം, 4 റസൂലുമാരിലുള്ള വിശ്വാസം, 5 യൗമുൽ ആഖിർ അന്ത്യനാളിലുള്ള വിശ്വാസം, 6 ഖദാ ഖദറിലുള്ള വിശ്വാസം. ഇതാണ് അസുലുകൾ. അത് വേണമെന്നില്ല, പക്ഷെ ഹദീസിലും ആയത്തിലും പൊതുവെ ഈ ഓർഡറാണെല്ലാം പഠിപ്പിച്ചത്. ഇനിയൊരു തംഹീദ് എന്ന് പറഞ്ഞു കൊടുത്തത് അതിനൊരു ഇതിലേക്ക് കടക്കും മുമ്പ് ജസ്റ്റ് ഒന്ന് ഈ 6 ഈമാൻ കാര്യമാണ് എന്ന് തെളിവെന്താണ് എന്ന് ജസ്റ്റ് പറയുക മാത്രമാണ് ഈ തംഹീദിൽ അദ്ദേഹം ചെയ്യുന്നത്. ഇൽം അയ്യുഹൽ മുസ്ലിം വഫഖനില്ലാഹു വഇയ്യാക് അന്ന ഉസൂലുൽ അഖീദത്തുൽ ഇസ്ലാമിയ്യ അല്ലത്തി ഹിയ അഖീദത്തുൽ ഫിർഖത്തുൻ നാജിയ അഹ്ലി സുന്ന വൽ ജമാഅ. നീ മനസ്സിലാക്കണം, ശരിയായ ഇസ്ലാമിക വിശ്വാസം അഥവാ ഫിർഖത്തുൻ നാജിയയുടെ അഖീദ. ഫിർഖത്തുൻ നാജിയ രക്ഷപ്പെടുന്ന വിഭാഗം, അതാണ് ഫിർഖത്തുൻ നാജിയ. ഈ ഉമ്മത്ത് 73 വിഭാഗമായി മാറുമെന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ പറഞ്ഞു. ഒരു വിഭാഗമാണ് സ്വർഗത്തിൽ. അവരാരാണ് എന്ന ചോദ്യത്തിന് ഒരു റിപ്പോർട്ടിൽ പറഞ്ഞ മറുപടി അൽ ഫിർഖത്തുൻ നാജിയ, അവരാണ് രക്ഷപ്പെടുന്ന സംഘം എന്നാണ്. അപ്പം ഫിർഖത്തുൻ നാജിയയാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് ഉറപ്പാണ്. ആ ഫിർഖത്തുൻ നാജിയയുടെ അഖീദ ഇതാണ്, അഥവാ അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അതുതന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയും. ആ പേര് പിന്നീട് വന്നതാണ്. നബിയുടെ കാലത്ത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേരില്ല, അത് പിന്നീട് ആ പേര് ഉപയോഗിക്കപ്പെട്ട് പോകുന്നതാണ്. അപ്പം ശരിയായ ഇസ്ലാമിക വിശ്വാസം അഥവാ ഫിർഖത്തുൻ നാജിയയുടെ വിശ്വാസം അഥവാ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം എന്നത് ഹിയ അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഈമാനി ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഇതാണ് അഹ്ലുസുന്നയുടെ അഖീദയുടെ അടിത്തറകൾ. വഹാദിഹിൽ ഉസൂൽ ദല്ലത് അലൈഹാ നുസൂസുൻ കസീറത്തുൻ മിനൽ കിതാബി വസ്സുന്ന. ഈ അസുലുകൾക്ക് ഒരുപാട് ആയത്തുകളും ഒരുപാട് ഹദീസുകളും തെളിവാണ്. ഇതാണ് വിശ്വാസത്തിന് അടിത്തറ എന്നതിന് ധാരാളം ആയത്തുണ്ട്, ധാരാളം ഹദീസുകളും ഉണ്ട്. വഅജ്മഅത് അലൈഹാ അൽ ഉമ്മ, ഉമ്മത്തതിൽ ഇജ്മാ ആയിട്ടുമുണ്ട്. അഭിപ്രായ വ്യത്യാസമില്ല, തർക്കമില്ലാത്ത വിധം അഹ്ലുസുന്ന വൽ ജമാഅ ഇത്തിഫാഖായി
പറഞ്ഞു പോകുന്ന കാര്യമാണ്, ഇജ്മാ ആയ കാര്യമാണ്. ഈ 6 ഉസൂലുൽ അഖീദ. ചില തെളിവ് കൊടുക്കുക. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖിൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ എന്നൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു. അതായത് നിങ്ങളെ മുഖം കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല പുണ്യമുള്ളത്. യഥാർത്ഥ പുണ്യം മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നതിലാണ്. വൽ യൗമിൽ ആഖിർ, കണ്ടോ രണ്ടാമത് പറഞ്ഞ യൗമുൽ ആഖിറാണ്. യൗമുൽ ആഖിറിലും വൽ മലായികത്തി, മലക്കുകളിലും വൽ കിതാബി, കിതാബിലും വൻ നബിയ്യീൻ, നബിമാരിലും. അവിടെ 5 കാര്യം ഈ ആയത്തിൽ പറഞ്ഞു. വഖാല തആല ഇന്നാ കുല്ല ശൈഇൻ ഖലഖ്നാഹു ബിഖദർ. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, എല്ലാം നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഖദർ പ്രകാരമാകുന്നു. കൃത്യമായ തീരുമാനവും നിശ്ചയവും അതിൻ്റെ നിയന്ത്രണവുമില്ലാതെ അല്ലാഹു തആല ഒന്നും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. വഖാല തആല ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. അവിടെ 4 കാര്യം പറഞ്ഞു. വഖാല തആല വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ ഫഖദ് ളല്ല ളലാലൻ ബഈദ. ആരെങ്കിലും അല്ലാഹുവിലും മലക്കുകളിലും കിതാബുകളിലും റസൂലുമാരിലും യൗമുൽ ആഖിറിലും അവിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അങ്ങേയറ്റം വഴിപിഴച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വിശ്വസിക്കണം എന്ന് ചില ആയത്തിൽ പറഞ്ഞു. അവിശ്വസിച്ചാൽ വഴിപിഴച്ചു എന്നും പറഞ്ഞു. അപ്പോൾ വ്യക്തമായി ഇത് അടിസ്ഥാന വിശ്വാസം തന്നെയാകുന്നു. വഫിൽ ഹദീസ് സ്വഹീഹി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ അൽ ഈമാനു, നബി തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. 6 കാര്യം ഹദീസിൽ നബി തങ്ങൾ എണ്ണി പറയുകയും ചെയ്തു. ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഹദീസ്. വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അപ്പോൾ 6 കാര്യം ഹദീസിൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു. വഹാദിഹിൽ ഉസൂലുൽ അളീമ, ഈ മഹത്തായ അസുലുകൾ, വതുസമ്മ അർക്കാനുൽ ഈമാൻ, അത് അർക്കാനുൽ ഈമാൻ എന്നും പറയപ്പെടും. ഈമാൻ കാര്യങ്ങൾ അർക്കാനുൽ ഈമാൻ, അല്ലെങ്കിൽ ഉസൂലുൽ അളീമ, ഉസൂലുൽ അഖീദ എന്നൊക്കെ പറയാം. ഇത് ഖദ് ഇത്തഫഖത് അലൈഹാ അർറുസുലു വശറാഇഉ, എല്ലാ റസൂലുമാരും എല്ലാ ശരീഅത്തുകളും ഏകോപിച്ചതാകുന്നു ഇത്. അപ്പം മുൻകാലത്തെ എല്ലാ അമ്പിയാക്കളും ഈ 6 കാര്യം വിശ്വസിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ശരീഅത്തിലും, മൂസാ നബിയുടെ ശരീഅത്ത്, ഈസാ നബിയുടെ ശരീഅത്ത് തുടങ്ങി ഏത് ശരീഅത്തിലും ഇതിൽ മാറ്റമില്ല. ഇതെല്ലാം ഒരുപോലെയാണ്. വനസലത്ത് ബിഹാ അൽ കുത്തുബുസ് സമാവിയ്യ, വാനലോകത്ത് നിന്ന് ഇറങ്ങിയ എല്ലാ കിതാബുകളും ഈ കാര്യവുമായാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം അല്ലാഹ് ഇറക്കിയ ഏത് കിതാബുണ്ടെങ്കിലും ആ കിതാബിലൊക്കെ പറഞ്ഞ വിശ്വാസ കാര്യമാണ് ഈ 6 കാര്യങ്ങൾ. വലം യജ്ഹദ്ഹാ ഔ ശൈഅൻ മിൻഹാ ഇല്ലാ മൻ ഖറജ അൻ ദാഇറത്തുൽ ഈമാനി വസാറ മിനൽ കാഫിരീൻ. ഈമാൻ എന്ന വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയും അവിശ്വാസിയാവുകയും ചെയ്തവരല്ലാതെ ഇതിനെ പൂർണ്ണമായോ ഭാഗികമായോ നിഷേധിച്ചിട്ടില്ല. അപ്പം മുഅ്മിൻ എന്ന് പറയാവുന്ന, മുസ്ലിം എന്ന് പറയാവുന്ന എല്ലാവരും എല്ലാ കാലത്തും, ആദം നബിയുടെ കാലം മുതൽ എല്ലാ കാലത്തും എല്ലാവരും വിശ്വസിച്ചു പോകുന്ന കാര്യമാണ് ഈ 6 കാര്യങ്ങൾ. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈന അല്ലാഹി വറസൂലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദിൻ വയുരീദൂന അൻ യത്തഖിദൂ ബൈന ദാലിക സബീല ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ. ഇത് അവിശ്വസിക്കുന്ന ആളുകൾ അള്ളാഹിനെ വിശ്വസിക്കുക, റസൂലുമാരെ വിശ്വസിക്കുക, അള്ളാഹ്ക്കും റസൂലുമാർക്കും ഇടയിൽ വേർതിരിക്കാൻ ഉദ്ദേശിക്കുക, ഞങ്ങൾ ചിലത് വിശ്വസിക്കാം ചിലത് അവിശ്വസിക്കാമെന്ന് പറയുക, ഇവരൊക്കെ ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ, ഇവരാവുന്ന യഥാർത്ഥ അവിശ്വാസികൾ. അടുത്തായത്ത് അല്ലാഹ് പറഞ്ഞു, വല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി വലം യുഫർരിഖൂ ബൈന അഹദിൻ മിൻഹും ഉലൈക സൗഫ യുഅതീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറർ റഹീമ എന്ന് തിരിച്ച് അല്ലാഹു തആല പറയുകയും ചെയ്തു. വഹാദിഹിൽ ഉസൂലുൽ അളീമ വൽ അർക്കാനുൽ ഖവീമ തഹ്താജു ഇലാ ശറഹിൻ വബയാനിൻ. ഈ 6 കാര്യങ്ങൾക്ക് ഒരു വിശദീകരണം ആവശ്യമുണ്ട്. ശേഷം ഇതാ ഞാനത് പറയാം. അപ്പോൾ ഇതാണ് ഉസൂലുൽ അഖീദ, അല്ലെങ്കിൽ അർക്കാനുൽ ഈമാൻ, അർക്കാനുൽ അഖീദ എന്നൊക്കെ പറയുന്നത്
ഈ 6 കാര്യമാണ്. അൽ ഈമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഇതാണ് ഈമാൻ കാര്യം 6. ഇനി ഓരോന്നെടുക്കുകയാണ്. അൽ അസ്ലുൽ അവ്വൽ അൽ ഈമാനു ബില്ലാഹി അസ്സ വജല്ല. ഒന്നാമത്തെ അസ്ല് ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. ഈ 6 കാര്യം കിതാബ് കഴിഞ്ഞു. ഈ 6 കാര്യം വിശദീകരിച്ചാൽ കിതാബ് പൂർത്തിയാവുകയും ചെയ്യും. ഒന്ന് അൽ ഈമാനു ബില്ലാഹ് വഹുവ അസാസുൽ അഖീദത്തി വ അസ്ലുഹാ. അതാണ് വിശ്വാസത്തിൻ്റെ അടിത്തറ. ഇതിന് ബാക്കിയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. മലക്കുകൾ അള്ളാഹ് സൃഷ്ടിച്ചതാണ്, റസൂലുമാരെ അള്ളാഹ് അയച്ചതാണ്, കിതാബ് അള്ളാഹ് ഇറക്കിയതാണ്. അപ്പോൾ അള്ളാഹ് വിശ്വസിച്ചാലേ പിന്നെ ബാക്കിയുള്ളതിന് പ്രസക്തിയുള്ളൂ. അവിടെ ഈ 6ൻ്റെയും അസ്ല് ഒന്നാമത്തെ കാര്യമാണ് അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. വഹുവ യഅനി അൽ ഇഅ്തിഖാദുൽ ജാസിമു ബിഅന്ന അല്ലാഹ റബ്ബു കുല്ലി ഷൈഇൻ വമലീകുഹു വഅന്നഹുൽ ഖാലിഖു വഹ്ദഹു അൽ മുദബ്ബിറു ലിൽ കൗനി കുല്ലി വഅന്നഹു ഹുവല്ലദീ യസ്തഹിഖുൽ ഇബാദത വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന കുല്ല മഅബൂദിൻ സിവാഹു ഫഹുവ ബാതിൽ വഇബാദതുഹു ബാതില. ഈമാൻ ബില്ലാഹ് എന്നാൽ എന്താണ്? ഇതാണ് ആകത്തുക. അള്ളാഹു വിശ്വസിക്കാൻ ലോകത്ത് അള്ളണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. ഒരു അള്ളണ്ട് എന്ന് വിശ്വസിച്ചു അവർ ഓരോ വിശ്വാസം ശരിയായി എന്ന് പറയാൻ പറ്റില്ല. ഈമാൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഅ്തിഖാദുൽ ജാസിമു, ഉറച്ച വിശ്വാസമാണ്. വെറും വിശ്വാസമല്ല, ദൃഢമായ വിശ്വാസം, സംശയമില്ലാത്ത ഉറച്ച ബോധ്യമാണ്. എന്ത്? ബി അന്നല്ലാഹ റബ്ബു കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും റബ്ബ് അള്ളയാണ്, ഒരു സംശയമില്ല. എല്ലാത്തിനും റബ്ബ് അള്ളയാണ്. വ മലീകുഹു, എല്ലാത്തിനെയും ഉടമസ്ഥനും അള്ളാഹുവാണ്. വ അന്നഹുൽ ഖാലിഖു, അവനാണ് സൃഷ്ടാവ്. വഹ്ദ, അവൻ മാത്രമാണ്, മറ്റൊരാൾക്കും സൃഷ്ടിപ്പിൽ പങ്കില്ല. അൽ മുദബ്ബിർ, അവനാണ് മുദബ്ബിർ ലിൽ കൗനി കുല്ലി, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലം. കൗൻ എന്ന ആലം, കൗന് ആലം. മുദബ്ബിറുൽ കൗൻ, മുദബ്ബിറുൽ ആലം അള്ളയാണ്. വഅന്നഹു ഹുവല്ലദീ യസ്തഹിഖുൽ ഇബാദ, അവനാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ. വഹ്ദഹു, അവൻ മാത്രമാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരും തന്നെ ഇല്ല. വഅന്ന കുല്ല മഅബൂദിൻ സിവാഹു, അവനല്ലാത്ത ബാക്കി മുഴുവൻ മഅബൂദും, എല്ലാ ആരാധ്യരും ഫഹുവ ബാതിലുൻ, അതെല്ലാം ബാത്തിലാണ്. വഇബാദതുഹു ബാത്തില, അതിലുള്ള ഇബാദത്തുകളും ബാത്തിലാണ്. മഅബൂദായ ഒന്നുമില്ല, മഅബൂദായ ഒരു സൃഷ്ടിയുമില്ല. മഅബൂദായ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ബാത്തിലാണ്, ഹക്കല്ല. അത് മനുഷ്യന്മാർ സങ്കല്പിക്കുകയാണ്, മനുഷ്യന്മാർ സങ്കല്പിക്കുകയാണ്. അയാളെ വിളിച്ചാൽ ഉത്തരം ചെയ്യും, അയാൾ ദുആ കേൾക്കും, അത് മനുഷ്യന്മാർ സങ്കല്പമാണ്, അതുണ്ടാവില്ല. അല്ലാഹ് കാണും പോലെ കാണുന്ന ഒരുത്തൻ വിശ്വസിച്ചു ഒരാളെ പറ്റി, അതുകൊണ്ട് അല്ലാഹ് കാണുമ്പോൾ അവൻ കാണുമോ? അത് കാണൂല, അത് ബാത്തിലാണ്. അങ്ങനെ ഒന്നില്ല. അല്ലാഹു അല്ലാത്ത മഅബൂദ് എന്നത് ഇല്ല. ആ ഇബാദത്തും ബാത്തിലാണ്, ആ മഅബൂദും ബാത്തിലാണ്. മഅബൂദ് അല്ലാഹു തആല മാത്രം, ഇബാദത്ത് അല്ലാഹു തആലാക്ക് മാത്രം. അല്ലാഹു തആല പറഞ്ഞു, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ ആയത്ത്. അല്ലാഹു ആകുന്നു ഹഖായവൻ, അവന് പുറമെ അവർ ദുആ ചെയ്യുന്ന എന്തെല്ലാം ഉണ്ടോ അവയെല്ലാം ഹുവൽ ബാത്തിൽ, അതെല്ലാം ബാത്തിലാണ്. സംശയിക്കാനില്ലല്ലോ, വ്യക്തമായി അല്ലാഹ് പറഞ്ഞു, പടച്ച റബ്ബാണ് ഹക്കായിട്ടുള്ളവൻ, അവന് പുറമെ ആരോടെല്ലാം അവർ ദുആ ചെയ്യുന്നുവോ അവയെല്ലാം ബാത്തിലാണ്. വഅന്നല്ലാഹ ഹുവൽ അലിയുൽ കബീർ, അല്ലാഹ് അലിയാണ്, കബീറുമാകുന്നു. വഅന്നഹു സുബ്ഹാനഹു മുത്തസിഫുൻ ബിസിഫാത്തിൽ കമാലി വനുഊത്തിൽ ജലാലി. അതോടൊപ്പം വിശ്വസിക്കണം മറ്റൊരു കാര്യം, അല്ലാഹു തആല മുത്തസിഫുൻ, വിശേഷണം സിദ്ധിച്ചവനാണ്, വിശേഷണമുള്ളവനാണ്. ബിസിഫാത്തിൽ കമാൽ, കമാലിയത്തിൻ്റെ എല്ലാ സിഫത്തും അല്ലാഹു തആലാക്കുണ്ട്. പരിപൂർണതയുടെ എല്ലാ വിശേഷവും അല്ലാഹു തആലാക്കുണ്ട്. വനുഊത്തിൽ ജലാൽ, മഹത്വത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും അല്ലാഹു തആലാക്കുണ്ട്. രണ്ടും പറയാം. അല്ലാഹുവിന്റെ സിഫത്തൊക്കെ കാമിലാണ്, പരിപൂർണമാണ്. രണ്ട് കാമിലാവാൻ എന്തെല്ലാം ഉണ്ടാകണമോ അതെല്ലാം ഉണ്ട്. കാമിലാകാൻ എന്തെല്ലാം വേണം? ഇപ്പം ഹയാത്തില്ലാഞ്ഞാൽ കാമിലാവൂല, സമീ അല്ലാഞ്ഞാൽ കാമിലാവൂല. സൃഷ്ടികൾ പോലും അങ്ങനെയല്ലേ,
സൃഷ്ടികൾ പോലും അങ്ങനെയാണല്ലോ. അപ്പം പിന്നെ സൃഷ്ടാവ് ഏതെന്നാലും കാമിലായിരിക്കണം. അതുകൊണ്ട് കമാലിയത്തിന് എന്തെല്ലാം വിശേഷണം ഉണ്ടാകണമോ അതൊക്കെ അല്ലാഹ്ക്കുണ്ട്. നുഖ്സാൻ അയ്ബായി എന്തെല്ലാം ഉണ്ടോ അതൊന്നും അല്ലാഹു തആലാക്ക് ഇല്ലതാനും. അതാ മുനസ്സഹുൻ അൻ കുല്ലി നഖ്സിൻ വ ഐബിൻ, എല്ലാ പോരായ്മയും എല്ലാ ന്യൂനതയും അതിൽ നിന്നെല്ലാം അല്ലാഹു തആല പരിശുദ്ധനാകുന്നു. അല്ലാഹ്ക്ക് അയ്ബുമില്ല. അവിടെ അയ്ബായി വരാവുന്ന എന്തെല്ലാം ഉണ്ടോ അതൊന്നും റബ്ബിന് ഉണ്ടാവുകയില്ല. വഹാദാ ഹുവ തൗഹീദ്, ഇതാണ് തൗഹീദ്. ഈ പറഞ്ഞ വിശ്വാസം ഒരാൾക്കുണ്ടോ അതാണ് വിശ്വാസം, അതാണ് തൗഹീദ്. അല്ല അല്ലാഹ് വിശ്വസിക്കുന്നുണ്ടാകും, അല്ലാഹനെ പറ്റി അല്പം വിശ്വസിക്കുന്നുണ്ടാകും, അതൊന്നും ഈമാൻ ശരിയാവുകയില്ല. ഈ പറയപ്പെട്ടത് ഹാദാ ഹുവ തൗഹീദ്, ഇതാണ് തൗഹീദ് ബി അൻവാഇഹി അസ്സലാസ. തൗഹീദിന്റെ 3 ഇനങ്ങളും ചേർന്നത് ഇതാകുന്നു. അഥവാ തൗഹീദുൽ റുബൂബിയ്യത്തി വ തൗഹീദുൽ ഉലൂഹിയ്യത്തി വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 3 ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന തൗഹീദ് എന്നാൽ ഇപ്പറഞ്ഞ വിശ്വാസമാണ്. ഇതൊരാൾ വിശ്വസിക്കുമ്പോഴാണ് അയാൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് പറയുക. അല്ല അള്ളാഹ് കാണുമ്പോൾ കാണുന്ന പലപ്പോഴും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു അള്ളാഹിനെ പറ്റിയ വിശ്വാസം ശരിയായിട്ടില്ല. മറ്റൊരെ പറ്റി വഹിച്ചു മാത്രമല്ല, മുദബ്ബിർ ആലിം സി എം മടവൂര എന്ന് പറഞ്ഞാൽ സി എം മടവൂരെ പറ്റി തെറ്റായി വിശ്വസിക്കുന്നത് മാത്രമല്ല അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം ശരിയായിട്ടില്ല. അത് ശരിയായോ ഇത് പറയുന്നല്ലോ. അവിടെ പോരായ്മ വരുമ്പോഴേ റബ്ബിലെ ശരീക്കുമാരെ പങ്കുകാരെ സ്ഥാപിക്കുകയുള്ളൂ. ഇനി അതിൽ ഓരോന്നും എടുക്കാം. തൗഹീദിനെ 3 ഇനം പറഞ്ഞു. അതിൽ ഒന്ന് അവ്വലൻ തൗഹീദുർ റുബൂബിയ്യ, ഒന്നാമത് തൗഹീദുർ റുബൂബിയ്യത്ത്, റബ്ബാവുക എന്ന വിഷയത്തിലെ ഏകത്വം. അത് റുബൂബിയ്യത്തിനാണ്. റബ്ബാവുക അതാണ് റുബൂബിയ്യത്ത്. അഥവാ സൃഷ്ടികർത്തൃത്വം, സംരക്ഷണം, നിയന്ത്രണം എല്ലാം ഉൾക്കൊള്ളാണ് റബ്ബ് എന്നുള്ളത്. ആ റബ്ബാവുക എന്നതിൽ അല്ലാഹ് ഏകനാണ്. അല്ലാതെ ഇലാഹിൽ മാത്രമല്ല, ഇബാദത്തിൽ മാത്രമല്ല, റുബൂബിയ്യത്തിലും അല്ലാഹു തആല ഏകനാണ്. ഫഅമ്മാ തൗഹീദുർ റുബൂബിയ്യ ഫഇന്നഹു അൽ ഇഖ്റാറു ബിഅന്ന അല്ലാഹ വഹ്ദഹു ഹുവൽ ഖാലിഖു ലിൽ ആലമി വഹുവൽ മുദബ്ബിറു അൽ മുഹ്യി അൽ മുമീതു വഹുവ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എന്താണ് തൗഹീദുർ റുബൂബിയ്യ? ഹുവൽ ഇഖ്റാർ, അത് അംഗീകരിക്കലാണ്. ഇഖ്റാർ അംഗീകരിക്കുകയാണ്. എന്ത്? അല്ലാഹു തആല മാത്രമാണ് ഹുവൽ ഖാലിഖു ലിൽ ആലം, ലോകത്തിൻ്റെ ആലമ്, ലോകത്തിൻ്റെ ഖാലിഖ് അല്ലാഹു മാത്രമാണ് എന്ന് അംഗീകരിക്കലാണ്. വഹുവൽ മുദബ്ബിറു, അവൻ മാത്രമാണ് മുദബ്ബിർ. അൽ മുഹ്യി, ജീവിപ്പിക്കുന്നവൻ. അൽ മുമീത്, മരിപ്പിക്കുന്നവൻ. റസ്സാഖ്, റിസ്ക് നൽകുന്നവൻ. ശക്തിയുടയവൻ, എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ കഴിവുടയവനായ ഏകനായ അല്ലാഹു തആല അവൻ മാത്രമേ ഉള്ളൂ എന്ന് അംഗീകരിക്കാൻ തൗഹീദ് റുബൂബിയ്യത്ത്. അത് അംഗീകരിച്ചാൽ വിശ്വാസം പൂർണ്ണമാകുമോ? ഇല്ല. അത് അംഗീകരിച്ചാൽ റുബൂബിയ്യത്ത് തൗഹീദ് പൂർണ്ണമായി. റബ്ബാവുക എന്ന വിഷയത്തിൽ അള്ളാഹിന്റെ ഏകത്വം അംഗീകരിച്ചു എന്ന് വരും. ഇതൊക്കെ അംഗീകരിക്കുകയും അല്ലാഹു അല്ലാഹ് ആരാധിക്കുകയും ചെയ്തു എങ്കിൽ റുബൂബിയ്യത്ത് ശരിയാണ്, ഉലൂഹിയ്യത്തിൽ അബദ്ധമുണ്ട് എന്ന് വരും. അത് വേണമെന്നില്ല. ഈ അർത്ഥത്തിൽ അല്ലാഹ് മാത്രമാണ്. അത് പേര് അറബിയിലും അല്ലാത്തവരൊക്കെ ഉണ്ടാവാം, പേര് അറിയാത്തവരുണ്ടാവാം. പേര് അല്ലാഹ് പറഞ്ഞിടത്താലേ അറിയുള്ളൂ. ഈ വിശ്വാസമോ ഫിത്രത്താണ്, മനുഷ്യരിൽ ജന്മസിദ്ധമായി കിട്ടുന്ന വിശ്വാസമാണ്. ഈ പേരൊക്കെയോ ആയത്തെ ദിവസം പഠിച്ചെങ്കിലേ കിട്ടുള്ളൂ. വൽ ഇഖ്റാറു ബിഹാദൻ നൗഇ, ഈ ഇനം അംഗീകരിക്കുക എന്നത് മർകൂസും ഫിൽ ഫിത്ർ, മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ട കാര്യമാണ്. ഇതൊരാളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് പഠിപ്പിക്കാൻ റസൂലുമാർ വരേണ്ടതില്ല. അത് മനുഷ്യന്റെ തെളിഞ്ഞ ബുദ്ധിയിൽ തന്നെ കൂട്ടപ്പെട്ട കാര്യമാണ്. ഇതെല്ലാം ചെയ്യുന്ന സട്ടാവുണ്ട് എന്നത്. ലാ യകാദു യുനാസിഉ ഫീഹി അഹദും മിനൽ ഉമം, സമുദായങ്ങളിൽ അധികമാരും തന്നെ ഇതിൽ തർക്കം പറയാൻ പോലുമില്ല. ആ നിലക്ക് അംഗീകരിക്കപ്പെട്ടു പോയ കാര്യമാണിത്. ഒറ്റപ്പെട്ട വളരെ ന്യൂനപക്ഷമായ ചില വ്യക്തികൾ മാത്രമാണ് ഇതിനെയും ചോദ്യം ചെയ്തത്. അല്ലാതെ അധികമായിട്ടാരും അങ്ങനെ സട്ടാവിനെ ചോദ്യം ചെയ്തിട്ടില്ല. കമാ ഖാല തആല വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. നബിയെ, താങ്കൾ മക്കത്തെ മുശ്രിക്കോട് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് അവർ പറയുക തന്നെ ചെയ്യും. ലയഖൂലുന്ന, ലയഖൂലുന്ന, തീർച്ചയായും പറയുക തന്നെ ചെയ്യും അല്ലാഹുവാണ് എന്ന്. അത് ലാത്തയാണ്, ഉസ്സയാണെന്ന് അബൂജഹൽ പറയില്ല. സൃഷ്ടിച്ചതാര്? എന്താ മുഹമ്മദ് സംശയം?
അത് പഠിച്ചോൻ തന്നെ, അതെല്ലാവരും പറയുള്ളൂ. പേര് പഠിച്ചോ എന്നാണ്. പടക്കാത്തവൻ പിന്നെ പഠിച്ചോനാവില്ലല്ലോ. وَلَئِنْ سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ خَلَقَهُنَّ الْعَزِيزُ الْعَلِيمُ. ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അസീസും അലീമുമായവനാകുന്നു സൃഷ്ടിച്ചത്. അപ്പൊ അല്ലാഹ് മാത്രമല്ല, അല്ലാഹ് അസീസാണ്, അല്ലാഹ് അലീമാണ് എന്ന് വരെ മക്കത്തെ മുശ്രിക്കുകൾ അംഗീകരിച്ചതാണ്. وقال تعالى قل من رب السماوات السبع ورب العرش العظيم. ഏഴ് ആകാശങ്ങളുടെയും മഹത്തായ അർശിന്റെയും റബ്ബ് ആരാണ് എന്ന് നബിയെ നിങ്ങൾ ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ സയഖൂലുന അല്ലാഹ്, അവർ പറയും അല്ലാഹു ആകുന്നു. അപ്പൊ ഏഴ് ആകാശങ്ങളുടെ ഖാലിഖാരാണ് അല്ലാഹ്, അർശിന്റെ റബ്ബാരാണ് അല്ലാഹ് എന്നവർ പറയുന്നു. വഹാദാ ഫിൽ ഖുർആനി കസീർ. ഈ ആശയം ഖുർആനിൽ ധാരാളം സ്ഥലത്ത് വന്നിട്ടുണ്ട്. യദ്കുറുല്ലാഹു അനിൽ മുശ്രിക്കീന അന്നഹും യഅ്തരിഫൂന ലില്ലാഹി ബിർറുബൂബിയ്യത്തി വൽ ഇൻഫിറാദി ബിൽ ഖൽഖി വൽ റിസ്ഖി വൽ ഇഹ്യാഇ വൽ ഇമാതത്തി. അല്ലാഹു തആല ഖുർആനിൽ ആവർത്തിച്ചു പറയുന്നു, മുശ്രിക്കീങ്ങൾ അല്ലാഹു തആല ഖാലിഖാണ്, റാസിഖാണ്, മുഹ്യിയാണ്, മുമീത്താണ്, ഇത് അല്ലാഹ് മാത്രമാണ് എന്ന് അവരെല്ലാം അംഗീകരിച്ചവർ തന്നെയാണ്. സൃഷ്ടിക്കുന്നവൻ അല്ലാഹു തആല മാത്രം, റിസ്ക് നൽകുന്നവൻ അല്ലാഹു മാത്രം, ജീവിപ്പിക്കുന്നവൻ അല്ലാഹു മാത്രം, മരിപ്പിക്കുന്നവൻ അല്ലാഹു മാത്രം എന്ന് മുശ്രിക്കീങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. വലം യുൻകിർ തൗഹീദർ റുബൂബിയ്യത്തി വയജ്ഹദുർ റബ്ബ ഇല്ലാ ശവാദുൻ മിൻ മജ്മുഅത്തിൽ ബശരിയ്യ. മനുഷ്യകുലത്തിൽ തന്നെ വളരെ ഒറ്റപ്പെട്ടവരല്ലാതെ ഈ റുബൂബിയ്യത്തിനെ നിഷേധിച്ചിട്ടില്ല. മൊത്തം മനുഷ്യന്മാരെടുത്താൽ അതിൽ വളരെ തുച്ഛം ആളുകൾ മാത്രമേ ഇത് നിഷേധിച്ചിട്ടുള്ളൂ. തലാഹറു ബിഇൻകാരി റബ്ബി, അവർ പ്രത്യക്ഷത്തിൽ റബ്ബിനെ നിഷേധിച്ചു. മഅ്തിറാഫിഹിം ബിഹി ഫീ ബാത്തിനി അൻഫുസിഹിം വഖറാത്തി ഖുലൂബിഹിം, അവരുടെ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കത് ബോധ്യമുണ്ടായിരുന്നു. പുറത്തേക്ക് അല്ലല്ല എന്ന് പറഞ്ഞാലും അവിടെ ഉള്ളിൽ അവർക്ക് ബോധ്യമുണ്ട്, ഒരു സട്ടാവുണ്ട് എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു. ഉദാഹരണമായി പിന്നെന്താണ് നിഷേധിച്ചത്? വഇൻകാറുഹും ലഹു ഇന്നമാ ഹുവ മിൻ ബാബിൽ മുകാബറ, കിബ്റിന്റെ ഭാഗമായിട്ടാണ് അവർ നിഷേധിച്ചത്. അത് ഇല്ലാന്ന് ഉറപ്പുണ്ടായിട്ടല്ല, സട്ടാവില്ലാന്ന് പോലും പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് പറഞ്ഞതല്ല, അഹങ്കാരം കൊണ്ട് അവർ പറഞ്ഞതാണ് സട്ടാവൊന്നുമില്ല. അല്ലാഹു തആല ഫിർഔനെ പറ്റി പറഞ്ഞു, വമാ അലിംതും ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഫിർഔന് പറഞ്ഞു, ഞാനല്ലാത്ത ഇലാഹ് നിങ്ങൾക്കുള്ള എനിക്കറിയില്ല എന്ന് ഫിർഔൻ പറഞ്ഞു. പക്ഷേ മറ്റു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞതാണ്, വഖദ് ഖാതബഹു മൂസ അലൈഹിസ്സലാം. ഫിർഔനോട് മൂസ അലൈഹിസ്സലാം സംസാരിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് ലഖദ് അലിംത മാ അൻസല ഹൗലാഇ ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർളി ബസായിർ. ഫിർഔനെ നിനക്കറിയാമല്ലോ എന്നാ കണ്ടോ, ലഖദ് അലിംത, നിനക്കറിയാമല്ലോ ഇതെല്ലാം അവതരിപ്പിച്ചത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബായവനാണ് എന്ന് നിനക്കറിയാമല്ലോ. ബസായിറ, കൃത്യമായ ഉൾക്കാഴ്ചയോടെ നിനക്കറിയാമല്ലോ, നീ വെറുതെ നിഷേധിക്കല്ലേ എന്ന് മൂസ അലൈഹി സ്വലാം ഫിർഔനെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചിട്ടുണ്ട്. وقال تعالى وجحدوا بها واستيقنتها انفسهم ظلما وعلوا. അവർ നിഷേധിച്ചു, എന്നാൽ അവരുടെ ഉള്ളിൽ അവരത് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വസ്തൈഖനത്ത് അവർ യഖീനായിരുന്നു, അംഫുസ് പോലെ നഫ്സിൽ അവർക്ക് യഖീനുണ്ട്, പുറത്തേക്കോ നിഷേധിക്കുകയും ചെയ്തു. അതെ, റുബൂബിയ്യത്ത് മാത്രം. ഖാലിഖുണ്ട്, റബ്ബുണ്ട്. ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞു, ഓനല്ല റബ്ബ് എന്ന് പറഞ്ഞു അറിയാം. ഞാനല്ല റബ്ബ് എന്ന് പറഞ്ഞാൽ അറിയാം, പിന്നീട് പറയാണ് ഞാൻ തന്നെ റബ്ബ് എന്ന്. ഈ ഫിറൗൻ പറഞ്ഞ വാക്കുന്ന ഈ അരുവികളൊക്കെ എൻ്റെ കീഴിലാണ്. വഹാദിൽ അൻഹാർ തജ്രി മിൻ തഹ്തി, ഈ അരുവികളൊക്കെ എൻ്റെ കീഴിലാണ് ഒഴുകുന്നതാണ്. അവിടെ പഠിച്ചവനെ ആ അരുവിത്തിനെ കൊണ്ടുപോയി മുക്കിയത്. ഇതൊക്കെ എൻ്റെ കീഴിൽ പറഞ്ഞപ്പോൾ ആ വെള്ളത്തെ കൊണ്ടുപോയി മുക്കി. കാരണം ഓൻ്റെ കീഴിലല്ല എന്നത് ബാക്കിയുള്ളവരെ കൂടി ബോധ്യപ്പെടുത്താൻ. വഹും ലം യസ്തനിദു ഫീ ജുഹൂദിഹിം ഇലാ ഹുജ്ജത്തിൻ. ഇനി സൃഷ്ടാവില്ല, ഒരു ദൈവമില്ല, പടച്ചോനില്ല എന്ന് പറയുന്ന ആളുകൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. സൃഷ്ടാവില്ല എന്നൊരു കൃത്യമായി തെളിവ് സഹിതം സ്ഥാപിച്ചതാണോ? അല്ല. പിന്നെയോ മുഖാബറത്തും മിൻഹും, അതവിടെ കിബറിന്റെ ഭാഗമാണ്. അഹങ്കാരം കൊണ്ട് പറയാന്നല്ലാതെ കൃത്യമായി തെളിവ് സഹിതം ഇതാ ലോകത്ത് സൃഷ്ടാവില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയോ? ഇല്ല. സൃഷ്ടാവ് ഉണ്ട് സ്ഥാപിക്കാൻ കഴിയോ? തീർച്ചയായും കഴിയും. കമാ ഖാല തആല, അല്ലാഹ് പറഞ്ഞു,
വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുദ് ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. മക്കയിലെ ചില ആളുകളുടെ ദഹരിയാക്കൾ അല്ലല്ലാന്ന് പറഞ്ഞ മനുഷ്യന്മാർ അവർ പറഞ്ഞു ഈ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. നമൂതു വനഹ്യ, നമ്മൾ മരിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ, കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല, അതിനപ്പുറത്ത് മാറുന്നില്ല. അതിങ്ങനെ ഒരുത്ത് ജനിക്കുത്ത് മരിക്കുന്നല്ലാതെ അതിന് പിന്നിൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്ന് വെച്ചാൽ പറഞ്ഞു അവർ. വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ, അവർക്ക് ആ വിഷയത്തിൽ യാതൊരു ഇൽമുമില്ല എന്ന് അല്ലാഹ് പറഞ്ഞു. കൃത്യമായ ഇൽമടിസ്ഥാനത്തിലല്ല അവരെ പറഞ്ഞത്. പിന്നെയോ ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിച്ച് പറയുക മാത്രമാകുന്നു. വെറുതൊരു ഊഹം ആണ് പറഞ്ഞു എന്നല്ലാതെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടുകൊണ്ടല്ല അവരാ പറയുന്നത്. ഫഇന്നഹും ലം യുൻകിറു അൻ ഇൽമിൻ ദല്ലഹും അലാ ഇൻകാരിഹി വലാ സമഇൻ വലാ അഖ്ലിൻ വലാ ഫിത്രത്തിൻ. ആ നിഷേധിക്കുന്നത് ഇൽമടിസ്ഥാനത്തിലല്ല, ബുദ്ധിയുടെ അടിസ്ഥാനത്തിലുമല്ല, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുമല്ല, പ്രകൃതിയുടെ അടിസ്ഥാനത്തിലുമല്ല. ഇതൊന്നും അവർക്ക് തെളിവില്ല. ഒന്നുകിൽ ബുദ്ധിപരമായി സ്ഥാപിക്കാൻ പറ്റണം ഒരു സട്ടാവില്ല, അത് കഴിയൂല. നാ പ്രമാണം വെച്ച് സ്ഥാപിക്കാൻ പറ്റണം, അതുമില്ല. നാം മനുഷ്യ പ്രകൃതി തേടുന്നത് സട്ടാവില്ലാത്ത അവസ്ഥയാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റുമോ, അതുമില്ല. അപ്പം പിന്നെ കിബർ മാത്രമാണ് അവർക്കുള്ളത്. വലമ്മാ കാന ഹാദൽ കൗനു വമാ യജ്രി ഫീഹി മിൻ ഹവാദിസ് ഷാഹിദൻ അലാ വഹദാനില്ലാഹി വറുബൂബിയത്തിഹി ഇതിൽ മഖ്ലൂഖു ലാ ബുദ്ദ ലഹു മിൻ ഖാലിഖ്. ഈ പ്രപഞ്ചവും ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം അല്ലാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്ന തെളിവാണ്. മാത്രമല്ല സൃഷ്ടി എന്ന് പറയണമെങ്കിൽ സൃഷ്ടാവുണ്ടാകണം. മഖ്ലൂഖ് എന്നാണോ പറയാ, സൃഷ്ടിക്കപ്പെട്ടവൻ. അപ്പം തന്നെ എന്തോ മനസ്സിലായി, സൃഷ്ടിച്ചവനുണ്ട്. അടിമയെ സൃഷ്ടി ചെയ്യാൻ പറ്റും, ഇപ്പം അടിമയെ സൃഷ്ടില്ല എന്ന് പറയണം, ഒരു സൃഷ്ടിയുമില്ല എന്ന് പറഞ്ഞു. അതിനെ പറഞ്ഞവരുണ്ട് ലോകത്ത്, ഒന്നിനും ഹഖീഖത്തില്ല പറഞ്ഞവരുണ്ട്. സൂഫിസ്താഇയ എന്ന് പറയുന്ന ഒരു പഴച്ച സംഘം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓലെ വാദം ലോകത്തൊന്നുമില്ല, ലോകം തന്നെ ഇല്ല, ഒന്നുമില്ല എന്നാണ്. ഒന്നിനും യാഥാർത്ഥ്യമില്ല, ഹഖീഖത്ത് എന്ന ഒന്നില്ല. സൂഫിസ്താഇയ, സോഫിസ്റ്റുകൾ എന്ന് പറയും. ഹഖീഖത്ത് എന്നതൊന്നുമില്ല, ഒരു സാധനം ഇല്ല എന്ന് പോലെ വാദം. ആകാശമില്ല, ഭൂമിയില്ല, മനുഷ്യനുമില്ല, ഒന്നുമില്ല എന്നാണ് പോലെ വാദം. ഇതപ്പോൾ കാട്ടുക, ഒരു കൂട്ടർ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, എന്താ പറയുക, ഭക്ഷണം ഇല്ല എന്നറിയും, എന്തും ചെയ്യും, ഒന്നുമില്ല. ഓരോ വലിയ നേതാവാണ്, ഉപ്പിന് ഭയങ്കര ശക്തമായി വാദിച്ചാണ്, ഒന്നിനും ഹഖീഖത്തില്ല. അവസാനം ഈ നേതാവും ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ പോണ വഴിയിൽ വലിയൊരു കുഴിയുണ്ട്, നേതാവ് ആ കുഴിക്ക് വീണു. അപ്പോൾ ശിഷ്യന്മാരെ പറഞ്ഞാൽ ഉസ്താദ് വീണ്, ഉസ്താദ് വീഴാന്നുള്ള സംഭവമില്ലല്ലോ പറഞ്ഞു. അല്ലവിടെ കുഴിക്ക് കുഴിയോ, കുഴിയില്ലല്ലോ പറഞ്ഞു. ഒന്നുമില്ലല്ലോ, ഹഖീഖത്തില്ല. അപ്പം കുഴി എന്നൊന്നും അപ്പോൾ വലിയ തർക്കം, കുഴി ഉണ്ടോ അല്ലേ, ഓരോ നമ്മൾ വലിയ കച്ചറായി. അപ്പം കുഴി ഉണ്ട്, കുഴി കുഴിയില്ല. അങ്ങനെ തർക്കിച്ചുള്ള ഉസ്താദ് അവിടെ നിന്ന് മരിച്ചു എന്നാണ്. ഒരു മനുഷ്യപ്പൊടി ഇയാൾ രക്ഷപ്പെടുത്തിയില്ല, കാരണം ഒന്നും ഹഖീഖത്തില്ല. അപ്പം പിന്നെ കുഴിയില്ല, കുഴിക്ക് വീഴാന്നുള്ള സംഭവമില്ല. അതിമ തർക്കമായി കണ്ട് തർക്കം കഴിഞ്ഞപ്പോഴേക്ക് ഷെയ്ഖ് അവിടെ കിടന്നിട്ട് മരിച്ചുപോയി. അതാണ് സൂഫിസ്താഇയ എന്ന് പറഞ്ഞ ടീം. അങ്ങനത്തെ ടീം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഏതായിരുന്നാലും അതെ, അതിൻ്റെ ഭാഷയാണിത്, എല്ലാം മായയാണ്, ഒന്നിനും യാഥാർത്ഥ്യമില്ല, വെറുതെ ഇങ്ങനെ ഒരു തോന്നൽ മാത്രമാണെന്നാണ്. അപ്പം ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെയും ഒരു സൃഷ്ടാവിനെ അറിയിക്കുന്നു. ഒരു സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ യദുല്ലു ലാ ബുദ്ദ ലഹു മിൻ ഖാലിഖ്, ഒരു സൃഷ്ടാവില്ലാതിരിക്കില്ല. വൽ ഹവാദിസു ലാ ബുദ്ദ ലഹാ മിൻ മുഹ്ദിസ്, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് ഉണ്ടാക്കുന്ന ഒരുത്തം വേണം. നമ്മൾ ഒഴിഞ്ഞ പറമ്പ് കണ്ടു, പിന്നെ അതിൽ വന്നപ്പോൾ അവിടെ കംപ്ലീറ്റ് പൂളയാണ്. നമ്മൾ എന്ത് മനസ്സിലാക്കും, ഇത് ഏതോരുത്തൻ കുത്തിയിലാണ് എന്ന് മനസ്സിലാക്കൂലേ? അല്ലാണ്ടാവില്ലല്ലോ. ഒരു ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലത്ത് ബിൽഡിംഗ് ഉണ്ടായി വന്നു, ഇതാഴ്ത്താ ബിൽഡിംഗ് വയ്ക്കും, അതാഴ്ത്തല്ല ഇവിടുത്തെ കണ്ട് പൊന്തി വന്നതാണ് എന്ന് പറയില്ല. അപ്പം ഇല്ലാത്ത ഒന്ന് ഉണ്ടായി വരുന്നുവെങ്കിൽ അതിനെ ഉണ്ടാക്കുന്ന ഒരുത്തൻ നിർബന്ധമാണ്, അതുറപ്പാണ്. കമാ ഖാല തആല അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, അം ഖുലിഖൂ, ഇനിയതല്ല അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ, മിൻ ഗൈരി ശൈഇൻ, യാതൊന്നുമില്ലാതെ, സൃഷ്ടിക്കാൻ ആരുമില്ലാതെ അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ, അം ഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടിച്ചവർ, അവർ അവിടെ തന്നെ പടച്ചതാണോ, ആരും പടക്കാനില്ലാതെ അവർ സ്വയം ഉണ്ടായി വന്നതാണോ, ഇനിയതല്ല അവർ അവരെ തന്നെ പടച്ചതാണോ, അം ഖലഖുസ് സമാവാതി വൽ അർളി, അല്ല ആകാശങ്ങളെയും ഭൂമിയെയും അവരാണോ സൃഷ്ടിച്ചത് എന്ന് അല്ലാഹ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട്, അതാ വരുതൊക്കെ. വഖാല ശാഇർ, ഒരു കവി പറഞ്ഞു,
വഫീ കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. വഫീ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും ഒരു ദൃഷ്ടാന്തമുണ്ട്. എന്തിന്? തദുല്ലു അലാ അന്നഹു വാഹിദു, അല്ലാഹ് ഏകനാണെന്ന് അറിയിക്കുന്ന ദൃഷ്ടാന്തം എല്ലാ വസ്തുക്കളിലും ഉണ്ട് എന്ന് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. ലമ്മാ കാന ലാ ബുദ്ദ മിൻ ജവാബിൻ അലാ ഹാദിഹി ഹഖീഖ ഇൽതറബ ഹഉലാഇ മുൻകിറൂന ലിവുജൂദിൽ ഖാലിഖി ഫീ അജ്വിബതിഹിം. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ. ഖുർആന്റെ ഈ ചോദ്യങ്ങൾ ആ ഉത്തരം കൃത്യമായി പറയാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ നിഷേധികൾ വ്യത്യസ്ത ഉത്തരമാണ് പറയുക. ആ ഉത്തരം ശരിയായിരുന്നുവെങ്കിൽ എല്ലാവരും എല്ലാ കാലത്തും ഒരേ ഉത്തരം പറയണം. എന്നാൽ ഓരോ കാലത്തും ഓരോ മനുഷ്യന്മാർ ഓരോ രൂപത്തിൽ ഉത്തരം പറയുന്നു. അപ്പം തന്നെ മനസ്സിലാക്കാം ഉണ്ടാക്കി പറയണ. ഉള്ളതാണെങ്കിൽ ഉത്തരങ്ങൾ മാറൂല. ഉണ്ടാക്കി പറയുമ്പോഴോ ഇന്ന് പറഞ്ഞ ഉത്തരമല്ല നാളെ പറയാം. അതേ തെളിവാകുന്നു. ചിലപ്പോൾ പറയും ഹാദൽ ആലമു ഉജിദ നതീജത്തൻ ലിത്വബീഅത്തി, അത് പ്രകൃതിയാൽ ഉണ്ടായതാണ് എന്ന് ചിലർ പറയും. പ്രകൃതിയാൽ ഉണ്ടായത്. അപ്പം എന്താ പ്രകൃതി ചോദിച്ചാലോ, ഹിയ ഇബാറത്തുൻ ദാത്തിൽ അശ്യാഇ മിനൻ നബാതി വൽ ഹയവാനി വൽ ജമാദാതി ഫഹാദിഹിൽ കായിനാതു ഇൻദഹും ഹിയ ത്വബീഅ. ചെടികൾ, സസ്യങ്ങൾ, ജീവികൾ, അതന്നെ പ്രകൃതി. ആ പ്രകൃതി തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ആളുകളുണ്ട്. വഹിയൽത്തി ഔജദത്ത് നഫ്സഹ, അവ അവയെ തന്നെ ഉണ്ടാക്കിയതാകുന്നു എന്ന് പറയുന്നവർ ചിലപ്പോൾ അങ്ങനെ പറയും. ഔ യഖൂലുൻ, ചിലപ്പോൾ പറയും ഹിയ ഇബാറത്തുൻ സിഫാത്തിൽ അശ്യാഇ വഖസായിസിഹ മിൻ ഹറാറത്തിൻ വബുറൂദത്തിൻ വറുതൂബത്തിൻ വയബൂസത്തിൻ വമലാസത്തിൻ വഖുശൂനത്തിൻ വഹാദിഹിൽ ഖാബിലിയാതു മിൻ ഹർകത്തിൻ വസുകൂനിൻ വനുമുവ്വിൻ വതസാവുജിൻ വതവാലുദിൻ ഹാദിഹി സിഫാത്ത് വഹാദിൽ ഖാബിലിയാതു ഹിയ ത്വബിഅത്തു ബിസഅമിഹിം. ഈ പ്രകൃതി വരുന്ന പ്രതിഭാസങ്ങൾ, ഈ മാറ്റങ്ങൾ, ചൂട്, തണുപ്പ്, വെയിൽ, അതേപോലെ തണുപ്പ്, ഇങ്ങനെ തുടങ്ങി ഈ മാറ്റങ്ങൾ, ഈ അവസ്ഥകൾ, അതാണ് പ്രകൃതി. ആ പ്രകൃതിയാണ് ഇതിനെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ചിലപ്പോൾ പറയും. വഹാദ ഖൗലുൻ ബാത്തിലുൻ അലാ കിദൽ ഇഅ്തിബാറൈൻ. ഈ രണ്ട് വെച്ചാലും ഈ ഉത്തരം ബാത്തിലാണ്. കാരണം ലഅന്ന ത്വബീഅ ബിൽ ഇഅ്തിബാർ അവൽ, ആദ്യം പറഞ്ഞ പ്രകാരം എന്താ ത്വബീഅത്തനാൽ ഈ വസ്തുക്കൾ തന്നെയാണ്, അവ അവയെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വസ്തുക്കൾ തകൂനു ഖാലിഖതൻ വ മഖ്ലൂഖതൻ. അപ്പോൾ ഒരു വസ്തു തന്നെ ഖാലിഖുമാണ് മഖ്ലൂഖുമാണ്. ഞാൻ എന്നെ ഉണ്ടാക്കിയതിനാൽ ഉണ്ടാക്കിയതാരാ? ഞാൻ തന്നെ. ആരെയും ഉണ്ടാക്കിയത്? എന്നെ തന്നെ. അപ്പം ഖാലിഖും മഖ്ലൂഖും ഒരേ സമയം ആകേണ്ടി വരും. ഫൽ അർളു ഖലഖത്തിൽ അർള, അപ്പം ഭൂമിയെ പടച്ചു. വസ്സമാഉ ഖലഖത്തി സമാഅ, ആകാശം ആകാശത്തെ പടച്ചു. വഹാക്കഥ, ഇങ്ങനെ ഓരോന്നും പറയേണ്ടി വരും. വഹാദ മുസ്തഹീൽ, ഇത് അസംഭവ്യമാണ്. ഭൂമിയെ പഠിച്ചു പറയണമെങ്കിൽ പടക്കാൻ അതൊരു ഭൂമി വേണ്ടേ? പടച്ചോനായ ഭൂമി, ആ ഭൂമി എവിടെ ഉണ്ടായി? ആ ഭൂമി ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റുന്നല്ലോ. ഇത് അസംഭവ്യമാണ്. ഇത് അസംഭവ്യമാണെങ്കിൽ രണ്ടാമത്തെ ഏതെല്ലാം അസംഭവ്യമാണ്? ചൂടും തണുപ്പും കളപ്പും വെളുപ്പും അതേപോലെ ഉണക്കവും പച്ചയും ഇതൊക്കെയാണ്, ഈ വിശേഷങ്ങളാണ് സൃഷ്ടിച്ചതാണെങ്കിൽ ഈ വിശേഷണം ഏതിൻ്റെതാണ്? ഈ വസ്തുവിൻ്റെതാണ്. അപ്പം ഈ വിശേഷം ആ വസ്തുവിനുണ്ടാക്കിയാൽ മറ്റിനേക്കാൾ വലിയ അബദ്ധമാണ്. ഭൂമിയെ പടച്ചു എന്ന് പറഞ്ഞ അസംഭവ്യമാണെങ്കിൽ ഭൂമിയിലുള്ളൊരു അവസ്ഥ ഭൂമിയെ പഠിച്ചു എന്നാലോ അത് അതിലും വലിയ അബദ്ധമാകുന്നു. മിംബാബി ഔല ലഅന്ന വുജൂദ സിഫതി മുർതബിത്തുൻ ബിൽ മൗസൂഫ്. കാരണം ഈ വിശേഷണങ്ങൾ ഒരു വസ്തുവിലാണ് ഉണ്ടാവുക. ചൂട്, തണുപ്പ് എന്ന അവസ്ഥകൾ അതെവിടെ ഉണ്ടാവല്? മറ്റൊരു വസ്തുവിലാണ്. ആ വസ്തുവിനെ ഈ അവസ്ഥയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാലോ അതെ, അവസ്ഥയും അവസ്ഥ സൃഷ്ടിച്ചു, ആ വസ്തുവിനെ സൃഷ്ടിച്ചു. ഈ അവസ്ഥ എവിടെയുള്ളത്? ആ വസ്തുവിന്. അപ്പോൾ ഒന്നാമത്തേക്കാളും വലിയ അബദ്ധമാണ് രണ്ടാമത്തേത്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാവുകയില്ല. മാത്രമല്ല ത്വബീഅത്തിന് ലാ ശുഊറ ലഹ, പ്രകൃതി എന്ന് പറയുന്ന അതിന് അറിവുകളും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടോ? ഇല്ല. അതൊന്നും ഇല്ലാത്ത ഒന്ന് പിന്നെ ഇതെല്ലാം ഉള്ളൊന്നിനെ പടക്കുമോ? അതുമില്ല. അപ്പോൾ അത് പൂർണ്ണമായും ഇത് മാത്രമല്ല ഫകൈഫ തസ്തുറു അൻഹാ അൽ അഫ്ആൽ അളീമ التي هي في غاية الإبداع والإتقان وفي نياحة الحكمة وفي غاية الارتباط. ഏറ്റവും ദൃഢമായ, ഏറ്റവും കൃത്യമായ, എല്ലാ അർത്ഥത്തിലും പരിപൂർണമായ ഈ സൃഷ്ടികളെയെല്ലാം
ഒരു വികാരവും ഇല്ലാത്ത പ്രകൃതി പടച്ചുവെന്ന് എങ്ങനെ പറയാൻ കഴിയും? അതൊരിക്കലും പറയാവതല്ല. വമിൻ ഹൗലാഇൽ മുലാഹിദത്തി മൻ യഖൂൽ, ചിലർ പറയും ഇന്ന ഹാദിൽ കായിനാതു തൻശഉ അൻ ത്വരീഖിൽ മുസാദഫ, ഇതെല്ലാം യാദൃച്ഛികമായി ഉണ്ടായതാണ്, ആരും പഠിച്ചതല്ല, പ്രകൃതിയും പഠിച്ചിട്ടില്ല, അത് അതിനെയും പഠിച്ചിട്ടില്ല, അത് വെറുതെ കണ്ട് ഉണ്ടായി വന്നു എന്ന് പറയുന്ന നിഷേധികളുമുണ്ട്. ബിമഅന അന്ന തജ്മീഅ അദ്ദറാത്തി വൽ ജുസ്ഇയാത്തി അൻ ത്വരീഖിൽ മുസാദഫത്തി യുഅദ്ദി ഇലാ ളുഹൂൽ ഹയാത്തി ബിലാ തദ്ബീരി മിൻ ഖാലിഖിൻ മുദബ്ബിരിൻ വലാ ഹിക്മത്തിൻ. ഈ അണുകൾ മുതൽ ഇവിടുത്തെ ഓരോരോ പാർട്സും ഇതെല്ലാം യാദൃശ്ചികമായി ഇങ്ങനെ ഒത്തുകൂടി വന്ന് അതിങ്ങനെ ജീവനുണ്ടായി, അതിന് സൃഷ്ടിച്ചാരുമില്ല, കൺട്രോൾ ചെയ്താരുമില്ല, അതിന് യാതൊരു ഒരു ഹിക്മത്തുമില്ല, വെറുതെ അങ്ങനെ ഉണ്ടായി വന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക. ആരും സൃഷ്ടിച്ചിട്ടില്ല, പ്രകൃതിയും പഠിച്ചിട്ടില്ല, സ്വയവും സൃഷ്ടിച്ചിട്ടില്ല, വെറുതെ അങ്ങനെ ഉണ്ടായി വന്നു നോക്കുമ്പോൾ ഒക്കെ ഫുൾ കറക്റ്റ്, എവിടെയും ഒരു ഏറ്റവും വ്യത്യാസമില്ല, എല്ലാം പരിപൂർണമായ ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിൽ ഇങ്ങനെ ഉണ്ടായി വന്ന് പിന്നെ ജീവനെ ഉണ്ടായി വന്ന് അതിങ്ങനെ വളർന്നു വന്ന് ഒക്കെ സ്വയം അങ്ങനെ ഉണ്ടാവുകയാണ് എന്ന് വാദിക്കുന്നവർ. വഹാദ ഖൗലുൻ ബാത്തിൽ, ഇതും ബാത്തിലായ അഭിപ്രായമാണ്. തറുദ്ദുഹു അൽ ഉഖൂലു അൽ ഫിത്വർ, മനുഷ്യ ബുദ്ധി പോലും അത് അംഗീകരിക്കില്ല, മനുഷ്യനെ പ്രകൃതി അത് സമ്മതിക്കുന്നില്ല, ബുദ്ധിയുള്ള മനുഷ്യന്മാർ അത് പറയാൻ പറ്റില്ല. فإنك إذا نظرت إلى هذا الكون المنتظم بأفلاكه وأرضه وسمائه وسير المخلوقات فيه وبهذه الدقة والتنظيم العجيب تبين لك أنه لا يمكن أن يصدر إلا عن خالق حكيم. ഈ ആകാശവും ഭൂമിയും മറ്റുള്ള ഈ പ്രപഞ്ചങ്ങളും ഈ സംവിധാനങ്ങളും ഏറ്റവും സൂക്ഷ്മമായി വളരെ കൃത്യമായ രൂപത്തിൽ ഉണ്ടായി പോകുന്നത് ബോധ്യപ്പെടും. അതിന് പിന്നിൽ ഒരു ഖാലിഖുണ്ട്, ഒരു നിയന്ത്രിക്കുന്നവനുണ്ട്, ഒരു ഹക്കീമായവനുണ്ട് എന്ന് മനുഷ്യൻ്റെ ബുദ്ധി അവനോട് പറയും. എന്നിട്ട് ഇബ്നു ഖയ്യിമിൻ്റെ ഒരു വാചകം കൊടുക്കണം. കാല ഇബ്നു ഖയ്യിം, ഇത് ഇബ്നു ഖയ്യിം പറഞ്ഞൊരു ഒരു ഉദാഹരണം അദ്ദേഹം പറയണം. ഇബ്നു ഖയ്യിം പറയാണ് ഒരു നല്ലൊരു അരുവി, ആ അരുവിയുടെ മീതൊരു ഒരു പാലം, അതിന് ചുറ്റും നല്ല തോട്ടങ്ങൾ, ഈ തോട്ടങ്ങൾക്ക് ആവശ്യമായ വെള്ളം അവ തന്നെ സ്വയം എടുക്കുന്നു, വളം അവ തന്നെ ഇടുന്നു, അത് ഓരോന്നും കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാളും നനയ്ക്കുന്നില്ല, ഒരാളും അതിനെ പരിപാലിക്കുന്നില്ല, ഒരാളും അവിടെ ഒന്നും പ്രത്യേകം ചെയ്യുന്നില്ല. അങ്ങനെ ഓരോ സമയത്ത് ആവശ്യമുള്ള ഇങ്ങനെ അവിടെ സ്വയം ഉണ്ടായി വരുന്നു എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആരെങ്കിലും സമ്മതിക്കുമോ എന്നാണ്. എങ്കിൽ പിന്നെ അത് സമ്മതിക്കൂലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സമ്മതിക്കാൻ പറ്റും? അത് ബുദ്ധിക്ക് പോലും നിരക്കാത്ത വാദമാണ് എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ആ ഉദാഹരണം വെച്ചുകൊണ്ട് അദ്ദേഹം അവിടെ സ്ഥാപിക്കും. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യ എന്നത് മനുഷ്യൻ്റെ ബുദ്ധി അംഗീകരിക്കുന്ന കാര്യമാണ്, മനുഷ്യ പ്രകൃതിയുടെ കാര്യമാണ്, മനുഷ്യകുലം ഒന്നടങ്കം അംഗീകരിച്ച കാര്യമാണ്. ഒറ്റപ്പെട്ട ഏതാനും ആളുകൾ കിബറിൻ്റെ ഭാഗമായി നിഷേധിച്ചുവെന്നല്ലാതെ കൃത്യമായി ബോധ്യപ്പെട്ടും തെളിവ് കൊണ്ടുമല്ല അവർ അത് നിഷേധിച്ചിരിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഭാഗം തൗഹീദു റുബൂബിയ്യ. രണ്ടാമത് സാനിയൻ തൗഹീദുൽ ഉലൂഹിയ്യ. രണ്ടാമത്തെ ഭാഗം ഉലൂഹിയ്യത്തെ തൗഹീദ്, ഇലാഹാവുക എന്ന വിശേഷണത്തിലെ തൗഹീദ്. അള്ളാഹിന്റെ വിശേഷണമാണ് ഉലൂഹിയ്യത്ത്, ഇലാഹാവാൻ യോഗ്യതയുണ്ടാവുക, അതിലെ തൗഹീദ്. അതിൽ അല്ലാഹു തആല ഏകനാണ്, മറ്റാർക്കും അങ്ങനെ യോഗ്യതയില്ല. ഇലാഹാകാനുള്ള യോഗ്യത ഒരാൾക്കുമില്ല, പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. തൗഹീദുൽ ഉലൂഹിയ്യത്തി ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിജമീഇ അൻവാഇൽ ഇബാദ, എല്ലാ ഇബാദത്തിന്റെ ഇനങ്ങളും അല്ലാഹ്ക്ക് മാത്രമാക്കുക, അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഫൽ ഉലൂഹിയ്യത്തു മഅനാഹാ അൽ ഇബാദത്തു, ഉലൂഹിയ്യത്തിന്റെ അർത്ഥം ഇബാദത്ത് എന്നാണ്. വൽ ഇലാഹു മഅനാഹു അൽ മഅബൂദു, ഇലാഹിനർത്ഥം മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ്. വലിഹാദാ യുസമ്മാ ഹാദാ നൗഉ മിനൽ തൗഹീദി ബിതൗഹീദിൽ ഇബാദത്തി, ഇതിന് തൗഹീദുൽ ഇബാദ എന്നും പറയാം, തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയാം, തൗഹീദുൽ ഇബാദത്തി എന്ന് പറയാം. കാരണം ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അർത്ഥമാണ്. ഇലാഹു മഅനാഹു മഅബൂദ്, ഉലൂഹിയ്യത്ത് മഅനാഹു ഇബാദത്ത്. അതുകൊണ്ട് തൗഹീദുൽ ഉലൂഹിയ്യ മഅനാഹു തൗഹീദുൽ ഇബാദ. ഇപ്പോൾ തൗഹീദുൽ ഇബാദ എന്ന് ഉപയോഗിക്കും, തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്നും ഉപയോഗിക്കും. വൽ ഇബാദത്തു ഫിൽ ലുഗത്തി അദ്ദുല്ലു, ഭാഷയിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഇതിലല്ല, അറബി ഭാഷയിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുല്ല്, താഴ്മ, വിനയം എന്നാണ് അർത്ഥം. യുഖാൽ ത്വരീഖുൻ മുഅബ്ബദുൻ ഇദാ കാന മുദല്ലലൻ ഖദ് വതിഅതുഹുൽ അഖ്ദാം.
അറബികൾ സാധാരണ പറയും ത്വരീഖുൻ മുഅബ്ബദ് എന്ന് പറയും, ചവിട്ടിപ്പതിഞ്ഞ വഴി. ധാരാളമായി ആളുകൾ നടന്നിട്ട് ആ വഴി ആണ് ചവിട്ടിപ്പതിഞ്ഞിട്ടുണ്ട്. അതിന് അറബികൾ ഉപയോഗിക്കുന്ന വാക്ക് ത്വരീഖുൻ മുഅബ്ബദുന്ന, മുഅബ്ബദായ ത്വരീഖ്, മുദല്ലലായ ത്വരീഖ്. അതാണ് ശരിക്കും ഇബാദത്ത്. ദുല്ല്, താഴ്മ, വിനയം, വിജയത്വം എന്നാണ് ശരിക്ക് ഇബാദത്ത് എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം. വഅമ്മാ മഅന ഇബാദത്ത് ശർഅൻ, ഇസ്ലാമിക ശരീഅത്തിൽ അതിൻ്റെ മഅനയോ ഫഖിഖ്തലഫത് ഇബാറത്തുൽ ഉലമാഇ ഫീ ദാലിക മഅ ഇത്തിഫാഖി മിനൽ മഅന, വ്യത്യസ്ത നിർവചനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ആശയം ഒന്നാണ്. വാക്കുകൾ വ്യത്യാസം ഉണ്ടാകും, അല്ലെങ്കിൽ ആശയം ഒന്നാണ്. ഫഅറഫഹ ത്വായിഫത്തുൻ മിൻഹും, ചില തഅരീഫ് ബിഅന്നഹാ മാ ഉമിറ ബിഹി ശർഅൻ മിൻ ഗൈരി ഇത്തിറാദിൻ ഉർഫിയ്യിൻ വലാ ഇഖ്തിലാഇൻ അഖ്ലിയ്യിൻ. ബുദ്ധിപരമായ തേട്ടങ്ങൾക്കപ്പുറത്ത് ശാരീഅ് കൽപ്പിച്ചതെന്തോ അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞവരുണ്ട്. ആലോചിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. നിസ്കാരം എന്താ റുക്കൂഴ് ഇങ്ങനെ, സുജൂദ് ഇങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. അത് ശാരീ കൽപ്പിച്ചു, അല്ല കൽപ്പിച്ചു, വേറൊന്നുമില്ല. അപ്പം അല്ല കൽപ്പിച്ചത് എന്താണോ അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞവരുണ്ട്. മറ്റു ചിലർ പറഞ്ഞു ബിഅന്നഹ കമാലുൽ ഹുബ്ബി മഅ കമാലുൽ ഖുദൂഇ എന്ന് പറഞ്ഞവരുണ്ട്. പരിപൂർണമായ സ്നേഹം, പരിപൂർണമായ കീഴ്വഴക്കം, അതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞവരുണ്ട്. വഅറഫ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ്യ കൊടുത്ത നിർവചനം മറ്റൊന്നാണ്. ബിഅന്നഹ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു മിൻ അഖ്വാലി വൽ അഅ്മാലി അൽ ബാത്തിനതി വൽ ളാഹിറ. ഇതാണ് ഇബ്നു തൈമിയ്യ കൊടുത്ത നിർവചനം ഇബാദത്തിന്. അഥവാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാത്തരം വാക്ക് പ്രവൃത്തികളും പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള എല്ലാ വാക്കും പ്രവൃത്തികളും എങ്ങനെയുള്ള കുല്ലിമാ യുഹിബ്ബുഹുല്ലാഹു വയല്ലാഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെട്ട എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും അല്ലാഹിറതി വൽ ബാത്തിന, പ്രത്യക്ഷമായത് ശരീരം കൊണ്ട് ചെയ്യുന്നത്, വൽ ബാത്തിന ഖൽബ് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രതീക്ഷ, ഭയം പോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പറയുന്ന പേരാണ് ഇബാദത്ത് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നിർവചിച്ചു. വഹാദ തഅരീഫു അദഖു വഅശ്മലു, ഇതാണ് ഏറ്റവും സൂക്ഷ്മമായതും എല്ലാ ഭാഗവും ഉൾക്കൊള്ളുന്നതുമായ നിർവചനം ഇതാകുന്നു. അത് നമ്മൾ പഠിക്കേണ്ട തരീഫാണ്. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയല്ലാഹു മിൻ അഖ്വാലി വൽ അഅ്മാലി ളാഹിറതി വൽ ബാത്തിന. ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയല്ലാഹു മിൻ അഖ്വാലി വൽ അഅ്മാലി ളാഹിറ വൽ ബാത്തിന. അതാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കൊടുത്ത നിർവചനം. ഫദ്ദീനു കുല്ലുഹു ദാഖിലുൻ ഫിൽ ഇബാദ, ദീൻ പൂർണ്ണമായും ഇബാദത്തിൽ ഉൾക്കൊള്ളും. വമൻ അറഫ ബിൽ ഹുബ്ബി മഅൽ ഖുദൂഇ ഫഇന്നൽ ഹുബ്ബ താമ്മ മഅ ദുല്ലി താമി യതളമ്മനാനി തഅത്തൽ മഹ്ബൂബി വൽ ഇൻഖിയാദ ലഹു. നേരത്തെ പറഞ്ഞല്ലോ പരിപൂർണമായ സ്നേഹം, പരിപൂർണമായ കീഴ്വഴക്കം. അത് പറയാൻ കാരണം എന്താണ്? ഇബാദത്തിൻ്റെ ബേസ് അതാണ്. ഒരാൾക്ക് ഇബാദത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് പൂർണ്ണമായും വിധേയപ്പെടുന്നു, അതിനെ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നു, അപ്പോഴേ ഇബാദത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇബാദത്തിൻ്റെ അസ്ലാണ് മഹബത്തും ദുല്ലത്തും ഒക്കെ വരും, എല്ലാം വരും ഇതിൽ. പിന്നെ ഫൽ അബ്ദു ഹുവല്ലദീ ദല്ല ലഹുൽ ഹുബ്ബു വൽ ഖുദൂഉ ലിമഹ്ബൂബിഹി. അപ്പോൾ അബ്ദിനെ എപ്പോൾ പറയും? നമ്മൾ പറഞ്ഞ ഇബാദത്തിന് എന്താണ്? ദുല്ലത്ത്, ത്വരീഖുൻ മുഅബ്ബദ്, ത്വരീഖുൻ മുദല്ലൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനാണ് അബ്ദ് എന്ന വാക്ക്. അപ്പോൾ അബ്ദ് എന്താണ്? സ്നേഹം കൊണ്ട്, അതേപോലെ താഴ്മ കൊണ്ട് തൻ്റെ മെഹബൂബിന് കീഴ്പ്പെട്ടവൻ. അതുകൊണ്ട് അബ്ദ് മെഹബൂബിന് മുമ്പിൽ സ്നേഹം കൊണ്ടും ദുല്ലത്ത് കൊണ്ടും കീഴ്പ്പെട്ടവൻ. അതുകൊണ്ടാണ് അവൻ അബ്ദ് എന്ന് പേര് വന്നത്. ത്വരീഖുൻ മുഅബ്ബദ്, ചവിട്ടിപ്പതിഞ്ഞ വഴി. അപ്പം ഈ ഇബാദത്ത് എടുക്കുന്ന മനുഷ്യനെ അബ്ദ് പറയാൻ കാരണം എന്താണ്? ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധന അവൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, ആ ആരാധന മുമ്പിൽ പൂർണ്ണമായും കീഴ്പ്പെടുന്നു. അതുകൊണ്ടാണ് അവന് അബ്ദ് എന്ന് പേര് വന്നത്. അതാണ് അപ്പോഴേ ഇബാദത്ത് ഉണ്ടാവുള്ളൂ, അങ്ങേ ഇബാദത്ത് വരികയുള്ളൂ, അല്ലാതെ ഇബാദത്ത് വരൂലാന്ന്. ഫബിഹസബി മഹബ്ബത്തിൽ അബ്ദി റബ്ബിഹി വദുല്ലിഹി ലഹു തകുനു തഅത്തുഹു. പടച്ച റബ്ബിനെ ഒരാൾ എത്ര ഇഷ്ടപ്പെടുന്നുവോ, എത്ര അല്ലാഹ് കീഴ്പ്പെടുന്നുവോ, അതനുസരിച്ചാണ് റബ്ബിന് വഴിപ്പെടുക.
അവിടെ അവരെ ഇബാദത്ത് ഉൾക്കൊള്ളുന്നത് ഈ മഹബത്തും ദില്ലത്തുമാണ്. അതുകൊണ്ടാണ് ചിലർ ഇബാദത്ത് ആ നിർവചനം കൊടുത്തത്. ഇബ്നു ഖയ്യിം ഒക്കെ ആ നിർവചനം കൊടുത്തു. ഇബാദത്തിന് കമാലുൽ മഹബത്തി മഅ കമാലിൽ ദുല്ലത്തി, കമാൽ ഖുദൂഇ എന്ന് പറഞ്ഞു. ഫൽഇബാദത്തുൽ മഅ്മൂറു ബിഹാ തതളമ്മനു മഅന ദുല്ലി വൽ മഅനൽ ഹുബ്ബി. അവിടെ ശരിയായ കൽപ്പിക്കപ്പെട്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതെല്ലാം സ്നേഹത്തിൻ്റെയും താഴ്മയുടെയും ആശയം ഉൾക്കൊള്ളുന്നുണ്ട്. അർക്കാനിൻ, ഇബാദത്തിൽ 3 റുക്കനാണ്. ഇബാദത്തിൽ 3 റുക്കന്: 1 മഹബത്ത്, 2 റജാ, 3 ഖൗഫ്. സ്നേഹം, ഭയം, പ്രതീക്ഷ. ഇത് 3 ഉൾക്കൊള്ളുമ്പോഴാണ് ഇബാദത്ത് ഉണ്ടാവുക. സ്നേഹം, ഭയം, പ്രതീക്ഷ. അർക്കാനുൽ ഇബാദത്തി, ഇബാദത്തിന്റെ റുക്കനുകൾ 3 അൽ മഹബത്തു വർ റജാഉ വൽ ഖൗഫു, സ്നേഹവും ഭയവും പ്രതീക്ഷയും. വലാ ബുദ്ദ മിൻ ഇജ്തിമാഇഹാ, ഇത് 3 ഉണ്ടാവാതിരിക്കുകയില്ല ഇബാദത്തിൽ. ഫമൻ തഅല്ലഖ ബിവാഹിദി മിൻഹാ ഫഖത്ത് ലം യകുൻ ആബിദൻ ലില്ലാഹി തമാമൽ ഇബാദ. ഇതിൽ ഏതെങ്കിലും 1 മാത്രമുള്ളവൻ പൂർണ്ണമായ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അല്ലാഹ് ഇഷ്ടമുണ്ട്, അല്ലാഹ് കീഴ്പ്പെടൂല, ഒരു ഇബാദത്തില്ല. ഇഷ്ടമുണ്ട്, അല്ലാഹനെ പ്രതീക്ഷ വെക്കുന്നുണ്ട്, റബ്ബിനെ പേടിക്കുന്നുണ്ട്, അപ്പോഴേ പോലെ ഇബാദത്താവുള്ളൂ. ഇത് 3 കൂടെ സംഗമിക്കുമ്പോഴാണ് ഇബാദത്ത് ഉണ്ടാവുക. ഫഇബാദത്തുല്ലാഹി ബിൽ ഹുബ്ബി ഫഖത്ത് ഹിയ ത്വരീഖത്തു സൂഫിയ്യ, മഹബത്ത് കൊണ്ട് മാത്രം ഇബാദത്ത് എടുക്കാം, അതാ സൂഫിയുടെ വഴി. ഭയമില്ല, പ്രതീക്ഷയില്ല, സ്നേഹം മാത്രം, അതാ തസൗഫ്. തസൗഫിന് പേടില്ലല്ലോ, അതിന് അദാബ് പേടില്ല, അല്ലാൻ്റെ റഹ്മത്ത് പ്രതീക്ഷയുമില്ല. അത് 2 ഓൽക്ക് വിഷയമല്ല. ഓൽക്ക് അല്ലാഹുവിൻ്റെ ഇഷ്ടമാണ്, അത് ഓല് മഹബത്തല്ല ഉപയോഗിക്കാം. സൂഫിയുടെ വാക്കെന്താണ്? ഇഷ്കാണ്. സൂഫിയൊക്കെ മഹബത്തല്ല, ഇഷ്കാണ്. നബിനോട് ഇഷ്ക്, അല്ലാഹുവിൻ്റെ ഇഷ്ക്. ഇഷ്ക് എന്താ? പ്രേമമാണ്. ഇഷ്ക് പ്രേമമാണ്. ഷഹ്വത്തോടുള്ള മഹബത്താണ് ഇഷ്ക് എന്ന് പറയാം. സ്നേഹത്തിന് 10 വാക്ക് അറബിയിൽ ഉപയോഗിക്കാം. സ്നേഹത്തിന് അറബിയിൽ 10 പദങ്ങൾ ഉപയോഗിക്കും. ആ 10ഉം 10 അർത്ഥമാണ്. 10 വാക്കും 10 അർത്ഥമാണ്. അതിൽപ്പെട്ട ഒരു വാക്കാണ് ഇഷ്ക്. അത് കാമുകന്മാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതാണ് ഇഷ്ക്. ഇബാദത്തിൽ 3 ഘടകങ്ങൾ വെക്കണം: 1 മഹബത്ത്, 2 റജാ, 3 ഖൗഫ്. ഇത് 3ഉം ചേരുന്നതാണ് ഇബാദത്ത്. ഇതിൽ മഹബത്ത് കൊണ്ട് മാത്രം ഇബാദത്താണ് തസവുഫ്. അത് പറഞ്ഞാൽ അവർക്ക് ഇഷ്കാണ് എപ്പോഴും. പ്രതീക്ഷയും ഭയം പോലെ സംബന്ധിച്ച് പറ്റൂല എന്നാണ്. നരകം പേടിക്കാൻ പാടില്ല, സ്വർഗം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ്. അതാണ് സൂഫി അസ്ലി. റാബിത്ത് നബിയുടെ പ്രാർത്ഥന കാണാം: അല്ലാഹുമ്മ ഇൻ കുന്തു അഅ്ബുദുക ഖൗഫൻ മിൻ നാരിക ഫഹ്രിഖ്നി ഫീഹാ. അപ്പം നിന്റെ നരകത്തെ പേടിച്ചുകൊണ്ടാണ് ഞാൻ നിനക്ക് ഇബാദത്ത് എടുക്കുന്നത് എങ്കിൽ നീ എന്നെ നരകത്തിട്ട് കത്തിച്ചു കളയണമേ എന്നാണ്. വഇൻ കുന്തു അഅ്ബുദുക തമഅൻ ഫീ ജന്നതിക, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇബാദത്ത് എടുക്കുന്നതെങ്കിൽ ഫഅഹ്രിംനി മിൻഹാ, എനിക്ക് സ്വർഗം ഹറാമാക്കണേ എന്ന് റാബിത്ത് നബിയെ പ്രാർത്ഥിക്കുമായിരുന്നതാണ്. കാരണം നരകവും സ്വർഗമൊന്നും ഒരിക്കൽ വലിയ വിഷയമല്ല. ഒരിക്കൽ അള്ളാഹുള്ള ഇഷ്കാണ്, പ്രേമമാണ്. അള്ളാഹിനെ പ്രേമിച്ചിട്ട് എല്ലാം അല്ലാ 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 എന്നായി മാറുക, ബാക്കിയൊന്നുമില്ല. ഖൗഫും റജാവും അവരെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാഗമേ അല്ല. അത് അള്ളാഹു മനുഷ്യന്മാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വെച്ച വഴി മാത്രമാണെന്നാണ്. ഒരു ഉദാഹരണം പറയുന്നത്, സാധാരണ നമ്മൾ ഒരു കുട്ടികളെ വിളിച്ചാൽ വരൂലെങ്കിൽ, ഒരു സംഗതിക്ക് വിളിച്ചു വരുന്നില്ല, അപ്പം നമ്മൾ എന്തിനാ മുട്ടായി തരാനാകൊണ്ട് വരും, മുട്ടായി കൊടുക്കും ചെയ്യും. ഈ മുട്ടായി കൊടുക്കാനല്ല വിളിച്ചത് എന്തിനാണ്? വേറെ ആവശ്യത്തിനാണ്. എന്നെപ്പോലെ നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ, നോമ്പ് വെക്കാൻ പറഞ്ഞപ്പോൾ അള്ളാഹുലേക്ക് വിളിച്ചപ്പോൾ വരുന്നില്ല, എന്നാ സ്വർഗം തരാന്ന്. എന്നാ ഞങ്ങളുണ്ട്. അല്ല, സ്വർഗമല്ല അസ്ല് എന്താണ്? അള്ളാഹ് നേടുക. അത് എവിടുന്ന് ഉണ്ടായത്? മഹബത്ത് മാത്രമുള്ള ഇബാദത്ത്, ഖൗഫും റജാവും ഇല്ല. മാത്രമല്ല, നമ്മൾ റഹ്മത്തുള്ളാഹി ഖാസിമിൻ്റെ ഇപ്പം പറഞ്ഞല്ലോ, ഏതൊരു അവധിനെ പറ്റി പറഞ്ഞപ്പോൾ പ്രസംഗിച്ചല്ലോ, മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു, റബ്ബേ എനിക്ക് നരകം വലിയ പ്രശ്നമൊന്നുമില്ല, ഈ നരകത്തിൽ ഇട്ടാൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഞാൻ നരകത്തിൽ പോയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഞാൻ നരകത്തിൽ, അത് പറയാത്ത ഒരു നരകത്തിൽ, അപ്പം എനിക്കൊരു മോശമല്ലേ, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തു വന്നത്. ആ നിലക്കാണ് അവർ മനസ്സിലാക്കുന്ന ഇബാദത്ത്. അത് ഇവിടുന്ന് ഒന്നാണ്, തസവുഫിൻ്റെ അസ്ലാണിത്. മഹബത്താണ് അവർ ഇബാദത്തിൻ്റെ അസ്ല്. അപ്പം അള്ളാഹിനെ ഇഷ്ടപ്പെടുക, അള്ളാഹിനെ സ്നേഹിക്കുക, മറ്റൊന്നുമില്ല. ഇപ്പം സാധാരണ പ്രേമിച്ച് അങ്ങനെയാണല്ലോ. ഇല്ല, സ്വഹാബികളൊന്നും സൂഫില്ല.
തസൗഫ് വന്ന് 2-ാം നൂറ്റാണ്ടിലാണ്. ഇത് 2-ാം നൂറ്റാണ്ടിലാണ് തസൗഫ് തുടങ്ങുന്നത്. സ്വഹാബിയുടെ താപ്യങ്ങളൊന്നും തസൗഫിലില്ല. ഇല്ല, അതൊക്കെ പിന്നീട് വ്യാജമായി ചേർത്തിപ്പറഞ്ഞാണ്. അഹ്ലുസുഫയിൽപ്പെട്ട ആളുകളിലേക്ക് ചേർത്തിക്കൊണ്ട് സൂഫി എന്നുള്ള പേര് സുഫയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് എന്ന് പിന്നുണ്ടാക്കിയതാണ്. സൂഫി എന്ന് പേര് വരാൻ കാരണം നബിയുടെ മദീന പള്ളിയിൽ അഹ്ലുസുഫ ഉണ്ടായിരുന്നു. പള്ളി വന്ന് കൂടെ കുറേ ആളുകൾ, അബൂ ഹുറൈറയെ പോലുള്ള സ്വഹാബിമാരൊക്കെ വീടില്ല, കുടുംബമില്ല, നാട്ടിൽ നിന്നും പുറത്താക്കി, വീട്ടിൽ നിന്നും പുറത്താക്കി, അവർ പള്ളി വന്ന് കൂടി. അതാണ് അഹ്ലുസുഫ. ആ അഹ്ലുസുഫയുടെ പിൻഗാമികൾ എന്ന അർത്ഥത്തിലാണ് സൂഫികൾ എന്ന പേര് വന്നത് എന്നാണ് ഒരു പിന്നീട് വ്യാജമായി ഉണ്ടാക്കുക. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സൂഫി എന്നല്ല പറയേണ്ടത്, സുഫി എന്നാണ് പറയേണ്ടത് ഭാഷപ്രകാരം. അഹ്ലുസുഫ എന്നാണല്ലോ. അപ്പോൾ സുഫയൊക്കെ ചേർക്കുകയാണെങ്കിൽ സുഫി എന്ന് പറയണം. അത് സൂഫി എന്നുള്ള പേര് യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിസ്ബ, ആ ചേർക്കൽ വ്യാജമാണ് എന്ന് ഭാഷാപരമായി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഖണ്ഡിച്ചത് കാണാൻ കഴിയും. അപ്പോൾ ഈ സൂഫികൾ അസ്ല മഹബത്ത്. അപ്പോൾ സാധാരണ പ്രേമം മൂത്താലും എന്താണ് നമ്മൾ പറയും, പ്രേമത്തിന് കണ്ണും കാതും ഇല്ല എന്ന് പറയും. പ്രേമം തലയിൽ കയറിയാൽ പിന്നെ ഒന്നും നോക്കൂലല്ലോ. പിന്നെ അമ്മയും വേണ്ട, വാപ്പയും വേണ്ട, നാടും വേണ്ട, എല്ലാം ഒഴിവാക്കി ഓൻ്റെ കൂടെ അട്ടപ്പാതലേക്ക് ഇറങ്ങിപ്പോകാനുള്ള പ്രേമം. അതാണ് അള്ളാനെ പ്രേമിക്കാൻ. പിന്നെ ഓനെ മറ്റൊന്നുമില്ല. ഓൻ്റെ കണ്ണിൽ പള്ളിയില്ല, അമ്പലമില്ല, നിസ്കാരമില്ല, നോമ്പില്ല, ഒന്നുമില്ല. ഓൻ്റെ കണ്ണിൽ ആകെയുള്ളത് അല്ലാ 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 അല്ല, വേറൊന്നുമില്ല. സൂഫിയുടെ ശ്വാസോച്ഛ്വാസം വരെ അല്ലാ എന്നായി മാറണം എന്നാണ്. ശ്വാസോച്ഛ്വാസം വരെ അല്ലാ അല്ലാ. അപ്പോൾ വാങ്ങും കേൾക്കൂല, പള്ളിയും കാണൂല, കാരണം ഓൻ്റെ പള്ളിയില്ല. ലാ മൗജൂദ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ മറ്റൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവാക്കിയ സൂഫികളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവാക്കി അല്ലാ അല്ലാ എന്നാക്കി മാറ്റിയത്. കാരണം ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല എന്നാണല്ലോ. അപ്പോൾ അഴിച്ച അപ്പം മരിച്ച എന്തൊക്കെ അവസ്ഥ? ലാ ഇലാഹ എന്ന് നമ്മൾ മരിച്ചു ഇല്ലെന്ന് പറഞ്ഞ മുമ്പ്, അപ്പോൾ കാഫിറായി മരിക്കൂലേ? ആ ബേജാറിൽ എന്നാ അത് ചെല്ലാൻ പറ്റൂല. അങ്ങനെ ഒരു അല്ലാ 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 മാത്രമേ ചെല്ലും. കാരണം മറ്റേ ചെല്ലിയ പേടി. ലാ ഇലാഹ പറഞ്ഞിട്ടാണ് മരിച്ചു കഴിഞ്ഞാൽ എന്താവുമെന്ന് പേടിച്ചിട്ട് അതുവരെ ഒഴിവാക്കിയ സൂഫികൾ ലോകത്തുണ്ട്. അത് ഇവിടുന്നാണ് ആ പിഴവ് സംഭവിക്കുന്നത്. മഹബത്തിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തു, ഖൗഫും റജാവും ഒഴിവാക്കി. അതില്ല. മഹബത്ത്, ഖൗഫ്, റജ, ഇത് മൂന്നും കൂടെ കൂടുതലാണ് യഥാർത്ഥ ശരിയായ ഇബാദത്ത്. പിഴച്ച 72 സംഘവും ഈ പറഞ്ഞ പോയത്. എല്ലാവരും പിഴച്ച ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നെടുക്കുമ്പോഴാണ് പിഴവെന്നൊക്കെ. അവൻ സൂഫിയുടെ ഇബാദത്താണ്. ഇബാദത്തുല്ലാഹി ബിൽ ഹുബ്ബി ഫഖത്ത് ഹിയ ത്വരീഖത്തു സൂഫിയ്യ. ഹുബ്ബ് കൊണ്ട് മാത്രമുള്ള ഇബാദത്ത് സൂഫികളുടെ മാർഗമാണ്. വ ഇബാദത്തു ബിൽ റജാഹി വഹിദ ത്വരീഖത്തുൽ മുർജിഅ. റജാ കൊണ്ട് മാത്രം, പ്രതീക്ഷ മാത്രം, അതാ മുർജിആക്കൽ. പഴിച്ച ഒരുപാട് സംഘത്തിൻ്റെ അസ്ലാണ് മുർജിഇയ്യത്ത്. ഓരെ സംബന്ധിച്ച് നരകം പേടില്ല, പ്രതീക്ഷയാണ്. അള്ളാഹിൻ്റെ മഗ്ഫിറത്തിന് മാത്രം, അല്ലാതെ അദാമിനെ പേടിക്കൂല. ഓലെ വാദം അതായിരുന്നു. ഓർക്കെന്താണ്? റജാ മാത്രം, പ്രതീക്ഷ മാത്രം. അതിൻ്റെ ആയത്തൊക്കെ എടുക്കും, അതിൻ്റെ ഹദീസൊക്കെ എടുക്കും. മറ്റേ ആയത്ത് ഹദീസൊക്കെ എന്ത് ചെയ്യും? അത് ഇതുകൊണ്ട് ഖാസാക്കും. നരകത്തെ പറ്റി പറഞ്ഞ ആയത്തുണ്ടെങ്കിൽ ആ ആയത്തൊക്കെ മറ്റ് വ്യാഖ്യാനം കൊടുക്കും. ഇത് വെച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കും. ഓരാണ് പറഞ്ഞത് കഴിയുന്ന മാക്സിമം തെറ്റ് ചെയ്തോ, കാരണം അല്ല പൊറുക്കുന്നവനാണ്. കാരണം പരലോകത്ത് വരുമ്പോൾ അല്ല ഇങ്ങനെ പുറത്തു കൊടുക്കുമ്പോൾ അതിന് സങ്കടമാവും. ഓ, ഞാൻ ദുഞ്ഞാവുന്ന തെറ്റും ചെയ്തില്ലല്ലോ, മറ്റോ കള്ളുപിടിച്ച് വന്നിട്ട് അപ്പോൾ അത് അല്ല പുറത്തു കൊടുത്തു. അതുകൊണ്ട് ഞാൻ അവിടെ വന്നിട്ട് സങ്കടപ്പെടാൻ നിൽക്കേണ്ട, മാക്സിമം തെറ്റ് ചെയ്തോ. തക്കസർ മസ്തത്വ ഹത്വായ, കഴിയുന്ന അത്ര തെറ്റ് നീ ചെയ്തോ, കാരണം എൻ്റെ റബ്ബ് ഗഫൂറായവനാകുന്നു. അതാണ് ഈ മുർജിആക്കൾ, വഅദികൾ എന്ന് പറയും. ആ പേരിലില്ല, വഅദികൾ എന്നും പറയും. അല്ലാതെ വഅദിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യാം. ഒരുപാട് ഓഫർ ഉണ്ടാവും, അല്ല പുറത്തു കൊടുക്കും, പുറത്തൊക്കെ കുറേ ഓഫർ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ആയത്തെ ഇതൊക്കെ എടുക്കുക. വഈദോ എടുക്കൂല, വഈദ് എടുക്കൂല. താക്കീതുണ്ടാവും, അതെടുക്കൂല. വഈദ് മാത്രം. അപ്പോൾ എത്ര തെറ്റ് ചെയ്താലും അല്ല പുറത്തിരുന്ന കുറേ ആയത്തെ ദിവസം കാണും, അത് മാത്രം പറയുള്ളൂ. മറ്റേ ആയത്തോ, ആ ആയത്തിനൊക്കെ ഈ ആയത്ത് കൊണ്ട് വ്യാഖ്യാനിക്കണം എന്നറിയാം. അതാണ് വഅദികൾ, മുർജികൾ. ഇനി നേരെ മറുവശം, ഖൗഫ് മാത്രം, ഇബാദത്തുഹു ബിൽ ഖൗഫി ഫഖത്ത് ത്വരീഖത്തുൽ ഖവാരിജി. ഖൗഫ് കൊണ്ട് മാത്രം, അതാണ് ഖവാരിജുകൾ. കാരണം എന്ത് ചെയ്താലും കാഫിർ. പൻപാമ ചെയ്ത ഓൻ കാഫിറായി, മോഷ്ടിച്ച കാഫിറായി, പിന്നെ വ്യഭിചരിച്ച കാഫിറായി, പലിശ വാങ്ങിയ കാഫിറായി. പുറത്തു കൊടുക്കുന്നതോ അതൊന്നും ഇവർക്ക് ബാധകമല്ല. അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ കുറേ ആയത്തുണ്ട്, അത് ബാധകമല്ല, അത് നമുക്കുള്ളതല്ല എന്നാണ്. അപ്പം അങ്ങനെ ഈ 3 ടൈപ്പിലേക്ക് മകൾ പഴിച്ചു പോയി.
ഖൗഫ് മാത്രമെടുത്തവർ, റജാ മാത്രമെടുത്തവർ, മഹബത്ത് മാത്രമെടുത്തവർ, ഇത് മൂന്നും കൂടെ സംഗമിക്കുമ്പോഴാണ് ശരിയായ ഇബാദത്തായി മാറുക. വൽ മഹബത്തുൽ മുൻഫരിദത്തു അനിൽ ഖുദൂഇ ലാ തകുനു ഇബാദ. ഖുദൂ' ഇല്ലാത്ത മഹബത്ത്, റബ്ബിന് വിധേയപ്പെടാത്ത മഹബത്ത്, അത് ഇബാദത്താവുകയില്ല. അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അള്ളാഹ് പറഞ്ഞൊന്നും കേൾക്കൂല, അതിന് ഇബാദത്ത് എന്ന് പറയില്ല. ഇഷ്ടമുണ്ടെങ്കിൽ സ്വാഭാവികമായും വിധേയപ്പെടും, അതാണ് ശരിയായ ഇഷ്ടം. അല്ലെങ്കിൽ ആ ഇഷ്ടം എന്നുള്ളത് ന്യായമല്ല. കമാ യുഹിബ്ബുൽ ഇൻസാനു വലദഹു വസദീഖഹു, ഒരു മനുഷ്യൻ സ്വന്തം കുട്ടിനെ സ്നേഹിക്കുന്നു. കമാ നഖുദു അൽ മുൻഫരിദി മഹബത്തി ലാ യകുനു ഇബാദ കമാ യഖ്ദി സുൽത്താനിൻ ഔ ളാലിമിൻ. ഇനി ഒരാൾ കീഴ്പ്പെട്ടു, സ്നേഹമില്ല, ഇബാദത്താണോ? അല്ലല്ലോ. കീഴ്പ്പെടുന്നുണ്ട്, സ്നേഹമില്ല, അത് ഇബാദത്താവില്ല. ഏതുപോലെ ഒരാൾ രാജാവിനെ കീഴ്പ്പെടുന്നു, ഒരു ളാലിമിനെ കീഴ്പ്പെടുന്നു, കള്ളം വന്നിട്ട് പോക്കി ചൂണ്ടി ഒക്കെ എടുത്തു പറഞ്ഞു, എല്ലാം എടുത്തു. ഇബാദത്ത് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞൊക്കെ അനുസരിച്ചു, അത് മഹബത്തില്ല. അവിടെ ഖൗഫുണ്ട്, പക്ഷെ ഖുദൂ' ഇല്ല. അവർ ഉള്ളിനുള്ളിൽ ഓനെ ശപിച്ചുകൊണ്ടായിരിക്കും, അത് ഇബാദത്താവുകയില്ല. അപ്പം ഏതു ചെയ്തിയും ഇബാദത്താകണമെങ്കിൽ മഹബത്ത്, ഖൗഫ്, റജാ, ഈ അടിസ്ഥാനത്തിലുള്ള തദല്ലുല്, ഖുദൂ', കീഴ്പ്പെടുക, വിധേയപ്പെടുക, അതാണ് ഇബാദത്ത്. അല്ലാതെ ഒരാൾ വിനയപ്പെട്ടു എന്നുകൊണ്ട് മാത്രം ഇബാദത്താവില്ല, സ്നേഹിച്ചു എന്നുകൊണ്ട് മാത്രം ഇബാദത്താവില്ല, പ്രതീക്ഷിച്ചു എന്നുകൊണ്ട് മാത്രം ഇബാദത്താവില്ല. ഈ അർത്ഥത്തിൽ കീഴ്പ്പെടുമ്പോഴാണ് ആ കീഴ്പ്പെടൽ ഇബാദത്തായി മാറുന്നത്. അപ്പം അല്ലാഹു തആലയ്ക്ക് കീഴ്പ്പെടുമ്പോൾ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളയായി മാറണം, അയാൾക്ക് ഏറ്റവും അദീമായത് അള്ളയായി മാറണം, എന്നിട്ട് അല്ലാഹ് കീഴ്പ്പെടണം. അതാണ് ഇബാദത്ത്. വൽ ഇബാദത്തു ഹിയൽ ഗായത്തുൽ മഹ്ബൂബ ലില്ലാഹി വൽ മർദിയത്തു ലഹു വഹിയ ലത്തി ഖലഖൽ ഖൽഖ മിൻ അജ്ലിഹാ. അല്ലാഹു തആല എല്ലാവരെയും സൃഷ്ടിച്ചു തന്നെ ഇബാദത്തിന് വേണ്ടിയാണ്. അല്ലാഹ് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. എല്ലാവരേക്കും അല്ലാഹ് റസൂലുമാരെ അയച്ചു, അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹിനെ ഇബാദത്ത് എടുക്കണമെന്ന് പറയാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചു തന്നെ ഇബാദത്തിന് വേണ്ടി, റസൂലുമാരെ മുഴുവൻ നിയോഗിച്ചത് ആ ഇബാദത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അല്ലാതെ മഹബത്തിന് വേണ്ടി മാത്രമല്ല, റജാഇന് വേണ്ടി മാത്രമല്ല, ഖൗഫിന് വേണ്ടി മാത്രമല്ല. ഇതെല്ലാം സംഗമിച്ച കീഴ്വണക്കമാകുന്ന ഇബാദത്ത്, ആ ഇബാദത്തിന് വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യന്മാരെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അവിടെ നോട്ടെ, നമുക്ക് ഇബാദത്തിൻ്റെ ഇനങ്ങളാണ് ഈ പറയപ്പെട്ട ഇബാദത്തിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ. നിസ്കാരം, നോമ്പ്, സക്കാത്ത് മുതൽ വ്യത്യസ്തമായ ഇബാദത്തിൻ്റെ ഇനങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഇനങ്ങളെല്ലാം പരിപൂർണമായും അല്ലാഹു തആലക്ക് മാത്രമായിരിക്കണം. കാരണം മഅ്ബൂദ് അല്ലാഹ് മാത്രം, മുസ്തഹിഖുൽ ഇബാദ അല്ലാഹു മാത്രം എന്നിരിക്കെ ഇബാദത്തായി കണക്കാക്കപ്പെടുന്ന 100,000 ഇനങ്ങളുണ്ടാവും. അതിൽ ഒരു ഇനം റബ്ബല്ലാഹുവിനെ കൊടുത്താലോ ആ ഇബാദത്തിൽ കൊടുത്തു, അവർക്ക് ഇബാദത്ത് സമർപ്പിച്ചു, അത് അഖീദക്ക് വിരുദ്ധമായി മാറുകയും ചെയ്തു. അതാണ് ഇനിയുള്ള ഭാഗത്ത് അദ്ദേഹം പരാമർശിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തിലെ എല്ലാ മേഖലകളെയും വളരെ കൃത്യമായി പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ്. ഇവിടെ ഇബ്നു ഖയ്യിമിൻ്റെ 2 വരി പദ്യം താഴെ കാണാം. ഖാദർ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞിട്ട്, വഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി. അല്ലാഹുവിന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഗായത്തു ഹുബ്ബിഹി, അങ്ങേ അറ്റത്തെ സ്നേഹമാണ്, മഅദുല്ലി ആബിദിഹി, ആ ആബിദിൻ്റെ കീഴ്വണക്കത്തോടു കൂടി ആ മഹബത്ത് വേണം. അതേപോലെ പിന്നെ ദുല്ലത്ത്, കീഴ്പ്പെടൽ വേണം. ഹുമാ ഖുത്ബാനി, അത് രണ്ടും ഇതിൻ്റെ കേന്ദ്ര ബിന്ദുക്കളാകുന്നു, സ്നേഹവും കീഴൊതുങ്ങലും. ഇപ്പം സ്നേഹം വേണം, കീഴൊതുങ്ങയും വേണം. വഅലൈഹിമാ ഫുൽകുൽ ഇബാദത്തി ദായിറു മാ ദാറ ഹത്താ ഖാമത്തുൽ ഖുത്ബാനി. ഇത് രണ്ടും ഉണ്ടെങ്കിലേ ഇബാദത്ത് എന്നത് നിലകൊള്ളുകയുള്ളൂ. ആ ഇബാദത്ത് ഇതിലാകുന്നു നിലകൊള്ളുക. ഇബ്നു ഖയ്യിം നൂനിയ്യ എന്ന് പറയുന്ന വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയ കവിതയാണ് നൂനിയ്യ. അതിലെല്ലാ വരിയും അവസാനിക്കുക നൂനിലാണ്. ആ കിതാബിലെ എല്ലാ വരികളും അവസാനത്തെ അക്ഷരം നൂനായിരിക്കും. അതാണ് നൂനിയ്യ എന്ന് പേര് വരാൻ കാരണം. ഇപ്പം തന്നെ അവസാനം കണ്ട രണ്ടും നൂനിലാണ് അവസാനിച്ചത്. അങ്ങനെ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരാമർശിച്ചത് കവിത സമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ ഖസീദത്തുൻ നൂനിയ്യ. അത് ഖസീദത്തുൻ നൂനിയ്യ, അതിൻ്റെ എല്ലാ വരിയും ഏറ്റവും അവസാനം നൂനിൽ ചെന്ന് അവസാനിക്കും.
ആ കിതാബിലൂടെ അദ്ദേഹം അഖീദയുടെ എല്ലാ വശങ്ങളും കവിതയായിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തി. അതിൽപ്പെട്ടാണ് ഈ 2 വരികൾ. അപ്പോൾ ഏതായിരുന്നാലും ഇബാദത്താകണമെങ്കിൽ 3 കാര്യം സംഗമിക്കണം: മഹബത്ത്, ഖൗഫ്, റജാ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഖുദൂഅ്, ഇത് 3 സംഗമിച്ചുണ്ടാകുന്ന ഖുദൂഅ്, ആ ഖുദൂഅ് ആണ് ഇബാദത്ത്. ഇതില്ലാത്ത ഖുദൂഅ് ഇബാദത്തല്ല. ഇതുണ്ട് ഖുദൂഅ് ഇല്ല, അതും പൂർണ്ണമാവുകയില്ല. ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തു, അതും ശരിയാവുകയില്ല. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പടച്ച റബ്ബിന് കീഴ്പ്പെടുക, വിനയപ്പെടുക, വിധേയപ്പെടുക, അതാണ് ഇബാദത്ത് എന്ന് അറിയപ്പെടുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഇബാദത്തിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ കീഴ്പ്പെടുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അള്ളാഹിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.